എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ വിഷയം അയാൾ ചിന്തിക്കുകയാണ്. ഈ പരിപാടി ഇവിടെ അവതരിപ്പിക്കാൻ അവസരം തന്ന എസൻസ് ഗ്ലോബൽ ആലപ്പുഴയ്ക്ക് നന്ദി പറഞ്ഞുകൊള്ളുന്നു. ആലപ്പുഴയിൽ ആദ്യമായിട്ടാണ് ഒരു പ്രസൻറ്റേഷൻ ചെയ്യുന്നത്. ബേസിക്കലി ഞാനൊരു ആലപ്പുഴക്കാരനാണ്. ഇപ്പോൾ താമസിക്കുന്നത് എറണാകുളത്താണെങ്കിലും, പക്ഷേ ആലപ്പുഴയിൽ ആദ്യത്തെ പ്രസൻറ്റേഷനാണ്. അപ്പോൾ ഈ പരിപാടിയുടെ ടോപ്പിക് എന്താണെന്ന് നമ്മുടെ എസൻസ് ഗ്ലോബൽ ആലപ്പുഴയുടെ സൈനു ചോദിച്ചപ്പോൾ ഞാൻ സൈനുവിന് അയാൾ ചിന്തിക്കുകയാണ് എന്ന് അയച്ചു കൊടുത്തപ്പോൾ സൈനു ചോദിച്ചു, ഇപ്പോഴും ടോപ്പിക്കിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണോ അതോ പരിപാടിയുടെ ടൈറ്റിലാണോ, എന്താണ് സംശയം സൈനു ചോദിച്ചു. അതുപോലെ ഇന്നലെയും ഒരാൾ ആലപ്പുഴയിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ മെസ്സഞ്ചറിൽ ചോദിച്ചു എന്താണ് ടോപ്പിക്കെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അയാൾ ചിന്തിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അല്ല എന്താ യഥാർത്ഥത്തിൽ ടൈറ്റിൽ എന്താണെന്ന് പുള്ളിയും ചോദിച്ചു. അപ്പോൾ പലർക്കും ഉള്ള ഒരു സംശയമാണ് എന്താണ് ഈ അയാൾ ചിന്തിക്കുകയാണ്. ചുമ്മാ ഒരു രസത്തിന് കിട്ടുന്നേ ഉള്ളൂ, പക്ഷേ സംസാരിക്കുന്നത് ചിന്തയെ പറ്റിയിട്ടാണ്. നിങ്ങൾ ഈ സ്ലൈഡിൽ കാണുന്ന ഈ ചിത്രം കുറച്ച് നാൾ മുമ്പ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ പല ആൾക്കാരും ഷെയർ ചെയ്തൊരു സംഭവമാണ്. മാംഗ്ലൂരിൽ ഉള്ള ഒരു റിലീജിയസ് ഫെസ്റ്റിവലാണ്. അത് സാധാരണ ഒരു റിലീജിയസ് ഫെസ്റ്റിവലല്ല. ആളുകൾ പരസ്പരം തീ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുകയാണ്. ചൂട്ടുകറ്റയിൽ തീ കത്തിച്ച് ആളുകൾ രണ്ട് പക്ഷത്തായിട്ട് നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുകയാണ്. അപ്പം വളരെ വലിയ സ്പീഡിൽ ആക്രോശിച്ചുകൊണ്ട് അങ്ങോട്ട് എറിയുന്നു ഇങ്ങോട്ട് എറിയുന്നു. അപ്പോൾ അവരെന്തിനാ അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാനവർ ചെയ്യുന്നതിനെ പറ്റി വിമർശിക്കാനോ ഒന്നുമല്ല, ജസ്റ്റ് ആ ഇമേജ് കാണിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു പ്രക്രിയയിലൂടെ നമ്മളറിയാതെ ദിവസവും നമ്മൾ കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ്. അത് സോഷ്യൽ മീഡിയയിൽ നമ്മളറിയാതെ പരസ്പരം തീവാരി എറിയുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴും എറിയാറുണ്ട്. സാധാരണ നമ്മൾ പറയാറുണ്ട് ചെളി വാരി എറിയുക, കരിവാരി തേക്കുക എന്ന പ്രയോഗങ്ങളൊക്കെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുക. ഒരാളെ അപമാനിക്കുമ്പോൾ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ചെളിവാരി എറിയുക, കരിവാരി തേക്കുക എന്നൊക്കെയാണ്. അതിന് പകരം ഞാൻ പ്രത്യേകിച്ചും ഈ ഇമേജ് എടുക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെളിവാരി എറിഞ്ഞാലുള്ള കുഴപ്പം കുറച്ച് കഴിയുമ്പം നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ ആ ചെളി പോവും. എത്ര വലിയ ചെളിയാണെങ്കിലും ഒന്ന് നന്നായി കുളിച്ച് കഴിഞ്ഞാൽ അത് പോവും. പക്ഷെ തീ അങ്ങനെയാണോ? അല്ല. തീ എറിയുന്നവനും ചിലപ്പോൾ മരിക്കപ്പെടാം, അല്ലേ? അത് പോയി വീഴുന്ന സ്ഥലത്ത് അത് ആളിപ്പടർന്ന് നമ്മൾ ആരെയാണോ ഉദ്ദേശിച്ചത് അവർ മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിലേക്ക് പടർന്ന് അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർക്കും പ്രശ്നമുണ്ടാവും. അപ്പോൾ ഈ റിലീജിയസ് ഫെസ്റ്റിവൽ ഒരുപാട് ആൾക്കാർ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ എന്തോ ഒരു ദൈവത്തിനോട് എന്തോ കണക്ട് ചെയ്യുന്ന എന്തോ ഒരു സംഭവമാണ്. ഞാനിതിനൊരു എക്സാമ്പിളായിട്ട് എടുക്കാൻ കാരണം നമ്മുടെ സോഷ്യൽ മീഡിയയിലെ പല കോൺവെർസേഷനിലും നമ്മളറിയാതെ ഇടപെട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ആകുന്നുണ്ട്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ, അത് ഇൻസ്റ്റാഗ്രാം ആകാം, ഫേസ്ബുക്ക് ആകാം, യൂട്യൂബ് ആകാം, നമ്മൾ കമൻറ്റുകളിലൂടെ നമ്മൾ ഇടപെടുമ്പോൾ നമ്മളുടെ മുന്നിലേക്ക് പല വാർത്തകൾ വരുമ്പോൾ നമ്മളറിയാതെ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയി നമ്മളൊരു കമൻ്റ് ഇടുകയും അതിനൊരാൾ റിപ്ലൈ പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളറിയാതെ ഈ തീ വാരി സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്ന, അങ്ങനെ വലിയൊരു തീ ഉണ്ടാക്കുകയും സകലതും നശിപ്പിക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയുള്ളൊരു ആലോചനയാണ് ഈ ഒരു പ്രസൻറ്റേഷനിലൂടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജീവിതം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയ തുറക്കുന്നു, നമ്മളുടെ ദിവസം നമ്മളെങ്ങനെയാണോ ഒരു ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്ട് ഫീഡ് സ്ക്രോൾ ചെയ്ത് വിടുന്നത് അതേപോലെ നമ്മുടെ ദിവസങ്ങൾ പോവുകയാണ്. നമ്മുടെ മുന്നിലേക്ക് ഒരുപാട് വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ച നമ്മുടെ മുന്നിൽ തെരുവ് നായ്ക്കളുടെ പ്രശ്നം, അതുപോലെ വേടനെ അറസ്റ്റ് ചെയ്ത പ്രശ്നം, അതിന് തൊട്ടു മുമ്പ് ഷൈൻ ടോം ചാക്കോയുടെ പ്രശ്നം, ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ സംസാരിച്ച് അതിൻ്റെ ഒരു സൊല്യൂഷൻ എല്ലാവരും കണ്ടെത്താൻ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ മുന്നിലേക്ക് യുദ്ധം എന്ന് പറഞ്ഞ വലിയൊരു പ്രശ്നം വന്നു. അപ്പോൾ നമ്മൾ അത്ര സീരിയസ് ആയി സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങളെല്ലാം ഇട്ടെറിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ പുറയിലേക്ക് പോയി. അപ്പോൾ നമ്മുടെ ജീവിതം തന്നെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ വിടുകയാണ്. നമ്മുടെ മുന്നിലേക്ക് ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ തീവാരി എറിയൽ പ്രക്രിയയിലേക്ക് നമ്മൾ അറിയാതെ വീണു പോവുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന രണ്ട് ഇമേജ്, ഇത് നിങ്ങൾ എത്ര പേര് ക്രിക്കറ്റ് കാണുമെന്നറിയില്ല, പക്ഷേ ക്രിക്കറ്റ് കണ്ടില്ലെങ്കിലും നിങ്ങൾ ന്യൂസ് പേപ്പറിലൂടെയൊക്കെ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള രണ്ട് പേരുകളാണ് സഞ്ജു സാംസണും രാഹുൽ ദ്രാവിഡും. അവരെപ്പറ്റി അറിയാതിരിക്കാൻ വഴിയില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ദ്രാവിഡിനെയും സഞ്ജുവിനെയും. ക്രിക്കറ്റിനെ പറ്റി അധികം അറിയണമെന്നില്ല അവരെ പറ്റി അറിയാൻ. അപ്പോൾ അതിലെ ഒരു വാർത്ത നോക്കുക, സഞ്ജു ഇല്ലെങ്കിലും പ്രശ്നമില്ല, ജയിക്കാനുള്ള വഴി അറിയാം രാഹുൽ ദ്രാവിഡ്. അപ്പോൾ ഇങ്ങനൊരു വാർത്ത നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ ദ്രാവിഡിനെ അറിയാവുന്ന ആളുകൾക്ക് ആദ്യം അവരുടെ മനസ്സിൽ പോകേണ്ട ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്രാവിഡ് ഒരിക്കലും അങ്ങനെ പറയില്ല എന്നുള്ളതാണ്. ദ്രാവിഡ് ഒരിക്കലും അങ്ങനെ പറയില്ല. ദ്രാവിഡിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ അറിയാവുന്ന ഒരാൾ പറയും ദ്രാവിഡ് എന്തായാലും അങ്ങനെ പറയില്ല. അതായത് പറഞ്ഞിരിക്കുന്നത് സഞ്ജു ഇല്ലെങ്കിലും പ്രശ്നമില്ല, ജയിക്കാനുള്ള വഴി അറിയാം. അപ്പോൾ ഇങ്ങനെ ദ്രാവിഡ് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ദ്രാവിഡ് പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനൊരു വാർത്ത അവർ സൃഷ്ടിച്ചെടുത്തത്? ഇതൊരു മുഖ്യധാരാ മാധ്യമത്തിൽ വന്ന വാർത്തയൊന്നുമല്ല, ഇത് ഏതോ ഒരു ഓൺലൈൻ പോർട്ടലിൽ ഇട്ടതാണ്. അപ്പോൾ ഇതെന്തിനാണ് ഇങ്ങനൊരു വാർത്ത ഇട്ടതെന്ന് അറിയണമെങ്കിൽ അതിൻ്റെ താഴെയുള്ള കമൻറ്റ് നോക്കിയാൽ മതി.
ഞാനിപ്പോൾ പറഞ്ഞു ദ്രാവിഡ് ഒരിക്കലും അങ്ങനെ പറയില്ല എന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. ഒരുപാട് പേർക്കറിയാം ദ്രാവിഡ് അങ്ങനെ പറയില്ല എന്ന്. പക്ഷേ കമൻറ്റ് ബോക്സ് മുഴുവൻ ദ്രാവിഡിനുള്ള തെറിയാണ്. കാരണം സഞ്ജുവിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട്. സഞ്ജു സാംസൺ ഒരുപാട് നാളായിട്ട് തഴയപ്പെടുന്ന ഒരാളാണെന്നുള്ള ബോധ്യം പല ആൾക്കാർക്കും ഉണ്ട്. അപ്പോൾ സഞ്ജുവിനെതിരെ എന്തൊരു പരാമർശം വന്നു കഴിഞ്ഞാലും അത് അതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അവർ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്നുള്ള ആൾക്കാരുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് സൃഷ്ടിച്ചെടുത്തൊരു വാർത്ത മാത്രമാണിത്. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു വാർത്ത നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? നമ്മൾ ആരാണ് രാഹുൽ ദ്രാവിഡെന്നും അയാളൊരു ക്രിക്കറ്റ് ടീമിൻ്റെ കോച്ചായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ ക്യാപ്റ്റൻ, അതറിയണമെങ്കിൽ ക്രിക്കറ്റ് അറിയണമെന്നില്ല, നിങ്ങൾ ഏതൊരു സ്പോർട്സ് മത്സരം വീക്ഷിക്കുന്ന ഒരാളാണെങ്കിലും അറിയാം, സ്വന്തം ടീമിൽ ഒരു പ്ലെയർ ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ജയിക്കാനുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് എന്നൊരു അദ്ദേഹം പറയുമോ ഇല്ലയോ എന്ന് നമ്മൾ ആലോചിക്കും. രണ്ടാമത് കൊടുത്തിരുന്നതും സഞ്ജു സാംസണുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അത് സുനിൽ ഗവാസ്കർ, നമ്മുടെ മലയാളികളുടെ പ്രധാനപ്പെട്ട ഒരു വേട്ട മൃഗമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ സുനിൽ ഗവാസ്കർ. ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരുപാട് കളികളൊക്കെ ജയിപ്പിച്ച സുനിൽ ഗവാസ്കർ ഇപ്പോൾ ക്രിക്കറ്റ് കമൻറ്റേറ്ററാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ക്രിക്കറ്റ് കമൻറ്റേറ്റർ ആയതുകൊണ്ട് തന്നെ ക്രിക്കറ്റ് കളി വിശകലനം ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് വാർത്തകളെ മാറ്റിയെടുത്ത് നേരത്തെ പറഞ്ഞ പരസ്പരം തീവാരി എറിയാൻ തയ്യാറായി നിൽക്കുന്ന നമ്മൾക്ക് മുമ്പിലേക്ക് ഇട്ട് തരികയാണ് ഈ മാധ്യമങ്ങൾ ചെയ്യുന്നത്. അതിനവർ ചില പ്രത്യേകതരം കാര്യങ്ങളൊക്കെ ചെയ്യും. ഒന്ന്, സെലക്റ്റീവായിട്ട് അവർ ഒമിറ്റ് ചെയ്യും. ഇപ്പോൾ ഒരാളെപ്പറ്റി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ കാര്യം അതേപോലെ നമ്മുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതല്ല ന്യൂസ് മേക്കിങ്ങിൽ അവർ ചെയ്യുന്നത്. അതിന് പകരം അവർ ചെയ്യുന്നത് അതിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാറ്റി അവരെന്താണോ ഉദ്ദേശിച്ചത് അതൊരിക്കലും നമുക്ക് മനസ്സിലാകാത്ത രീതിയിലാക്കുകയും ചിലപ്പോൾ അതിന് നേരെ വിപരീതമാക്കും. ഒരാളെ പ്രശംസിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രശംസയെ മാറ്റിയിട്ട് അത് വിമർശനമാക്കി മാറ്റും. ഒരാളെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ആ വിമർശനത്തെ മാറ്റിയിട്ട് അത് പ്രശംസിക്കുന്ന പോലെ ആക്കി മാറ്റും. അങ്ങനെ ഓരോ ഡയലോഗുകളും അതിലെ ചില വാക്കുകൾ മാറ്റുകയും അല്ലെങ്കിൽ ആ വാക്കുകൾ ചിലത് സ്ട്രെസ് ചെയ്യുകയും അല്ലെങ്കിൽ ആ വാക്കുകളിലേക്ക് നമ്മളറിയാതെ ചില പുതിയ പദങ്ങൾ കൊണ്ടുവരികയും ചെയ്യുമ്പോഴും അതിൻ്റെ അർത്ഥം തന്നെ മാറിപ്പോയി ഓരോരുത്തർക്കും പരസ്പരം നേരത്തെ പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുക്കാനുള്ള കാരണങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഈ രണ്ട് വാർത്തകളും വന്നിരിക്കുന്നത് നമ്മളുടെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൊന്നുമല്ല. പക്ഷേ ഈ കാണുന്ന 3 വാർത്തകളും വന്നിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതിനകത്ത് വീണ്ടും ക്രിക്കറ്റാണ്. ഞാൻ ഈ ക്രിക്കറ്റും സിനിമയൊക്കെ ഉദാഹരണമായിട്ട് എടുക്കാൻ കാരണം ക്രിക്കറ്റും സിനിമയും പോലെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ചും സ്പോർട്സ് പോലെയുള്ള കാര്യങ്ങൾ എല്ലാം ഫാക്ച്വലാണ്. പ്രത്യേകിച്ച് അതിനകത്ത് വിമർശിക്കപ്പെടേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് മസാലകൾ ചേർക്കേണ്ട കാര്യങ്ങൾ നടക്കാറില്ല. പക്ഷേ രാഷ്ട്രീയത്തിൽ അങ്ങനെയല്ല. രാഷ്ട്രീയത്തിൽ എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾക്കും വലിയ വലിയ വിലയാണ്. അപ്പോൾ ക്രിക്കറ്റ് പോലെയുള്ള ഒരു കാര്യത്തിൽ പോലും അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ സാംസ്കാരിക രംഗത്ത് അഭിപ്രായം പറയുന്നവരുടെ കാര്യത്തിൽ എത്രത്തോളം വളച്ചൊടിക്കപ്പെടാൻ പറ്റുമെന്നും എത്രത്തോളം മസാല ചേർക്കപ്പെടാൻ പറ്റുമെന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ഈ തംബ്നെയിൽ ജേർണലിസം അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ മീഡിയ ഹൗസിനൊക്കെ കൊടുത്തിരിക്കുന്ന ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ജോലി പുതുതായിട്ട് വരുന്ന ജേർണലിസ്റ്റുകൾക്ക് കൊടുക്കുന്ന ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ മണിക്കൂറുകളിൽ നിങ്ങൾക്ക് എത്ര വാർത്ത ഇടാൻ പറ്റുമെന്നുള്ളതാണ്. അതിനകത്ത് അവരുടെ ലക്ഷ്യം എത്രത്തോളം എൻഗേജ്മെൻറ്റ് സൃഷ്ടിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സഞ്ജുവിൻ്റെ ഈ വാർത്തയെടുത്ത് ഞാൻ ഒരു കൂട്ടുകാരനെ അയച്ചു കൊടുത്തു. കണ്ടില്ലേ ദ്രാവിഡ് ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് വെച്ചപ്പം അവൻ എൻ്റെ അടുത്ത് മറുപടി പറഞ്ഞത് ദ്രാവിഡ് പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല, എത്രത്തോളം എൻഗേജ്മെൻറ്റ് ആ വാർത്തയ്ക്ക് സൃഷ്ടിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഇവിടുത്തെ മെയിനായിട്ടുള്ള മുഖ്യധാര മാധ്യമങ്ങളുടെ സോഷ്യൽ മീഡിയ അവരുടെ റിപ്പോർട്ടറാണേലും മനോരമയാണേലും മാതൃഭൂമിയാണേലും ആരുടെ ആണേലും നോക്കുക, ഒരു മണിക്കൂറിൽ 100 110 തംബ്നെയിലുകളാണ് അവരിടുന്നത്. അതിൽ പല പ്രധാനപ്പെട്ട വാർത്തകളും ആരും മൈൻഡ് ചെയ്യുന്നേ ഇല്ല. പക്ഷേ ഇതേപോലെ മസാലയുള്ള സ്പൈസി ആയിട്ടുള്ള വാർത്തകളുടെ താഴെ പൊരിഞ്ഞടിയാണ്. അപ്പോൾ ഓരോന്നിനും ചിലപ്പോൾ 800 750 കമൻറ്റുകളൊക്കെ വരുന്നു. അപ്പോൾ അടുത്ത മണിക്കൂറിൽ ഇയാൾ എന്താണ് ചെയ്യുക? എങ്ങനെയാണോ ഇൻസ്റ്റഗ്രാം അൽഗോരിതം അല്ലെങ്കിൽ യൂട്യൂബ് അൽഗോരിതം എൻഗേജ്മെൻറ്റുകളെ കൂടുതലുള്ളത് മനസ്സിലാക്കി അതിനെ പുഷ് ചെയ്യുന്നത്, അതുപോലെ ആ മീഡിയ ഹൗസിലിരിക്കുന്ന ജോലിക്കാരനും എന്തു ചെയ്യും? തനിക്ക് കഴിഞ്ഞ മണിക്കൂറുകളിലിട്ട 100 150 പോസ്റ്റുകളിൽ ഈ 2 എണ്ണത്തിനാണ് കൂടുതൽ എൻഗേജ്മെൻറ്റ് കിട്ടിയതെങ്കിൽ അയാൾ അടുത്ത മണിക്കൂറുകളിലും അതേപോലെയുള്ളത് കൂടുതൽ ഇടാൻ ശ്രമിക്കും. അങ്ങനെ വരുമ്പോൾ അധികം താമസിയാതെ തന്നെ എല്ലാ മാധ്യമങ്ങളും സത്യത്തെ എത്രത്തോളം വളച്ചൊടിക്കാവോ അത്രത്തോളം വളച്ചൊടിച്ച് തരും. ഇതിൽ മാധ്യമങ്ങളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവിടുത്തെ ജോലിക്കാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾക്ക് വേണ്ടതും ഇത് തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ളതാണ്. അപ്പോൾ ഈ 2-3 ഉദാഹരണങ്ങളൂടെ പെട്ടെന്ന് പറഞ്ഞിട്ട് പോകാം. ഇപ്പോൾ റിക്കി പോണ്ടിങ് പറയാണ് IPLലേക്ക് നല്ല താരങ്ങളെ കിട്ടാനില്ല, കാരണം പാകിസ്ഥാൻ സൂപ്പർ ലീഗ്. ഇപ്പോൾ റിക്കി പോണ്ടിങ് IPL ഒരു ടീമിൻ്റെ കോച്ചാണ്. ഇത് ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ
ആണ് ഈ വാർത്ത വരുന്നത്. റിക്കി പോണ്ടിങ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിക്കി പോണ്ടിങ് ഇങ്ങനെയല്ല പറഞ്ഞത്. IPL ഇദ്ദേഹത്തിൻ്റെ ടീമിലെ 2 താരങ്ങൾ പരിക്ക് മൂലം പുറത്തുപോയി. ഇതേ സമയം തന്നെ PSL നടക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള താരങ്ങളെല്ലാം പാകിസ്ഥാൻ സൂപ്പർ ലീഗിൽ കളിക്കാൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പുതിയ റീപ്ലേസ്മെൻറ്റുകളെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ IPL നല്ല താരങ്ങളെ കിട്ടാനില്ല. കാരണം പാകിസ്ഥാൻ സൂപ്പർ ലീഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഒരുപാട് മാറിയാണ്. ഓരോരുത്തർക്കും വേണ്ട രീതിയിൽ എടുക്കാം. പാകിസ്ഥാൻ കാരണം താരങ്ങളൊന്നും ഇങ്ങോട്ട് വരുന്നില്ല എന്നോ അല്ലെങ്കിൽ പാകിസ്ഥാൻ സൂപ്പർ ലീഗാണ് മെച്ചപ്പെട്ട ലീഗെന്ന് ആളുകൾ വിചാരിക്കുന്നുണ്ട്. ഇതൊന്നും ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല. അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ പോയി നോക്കിയാൽ അറിയാം. ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് റിക്കി പോണ്ടിങ്ങിനെ തെറി വിളിക്കുന്ന ആൾക്കാരാണ്. പിന്നെ നീ എന്തിനാണ് IPL വന്ന് കോച്ച് ചെയ്യുന്നത്? നിനക്ക് PSL പോയി കോച്ച് ചെയ്തുകൂടെ? ഇവൻ പണ്ടേ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഓസ്ട്രേലിയക്കാർക്ക് ഇന്ത്യക്കാരെ കണ്ടുകൂടാ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അത് മോഡിയിലേക്കും ഇന്ദിരാഗാന്ധിയിലേക്കും നെഹ്റുവിലേക്കും ഒക്കെ പോകും. അപ്പോൾ ഇങ്ങനെയൊന്ന് സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം സൃഷ്ടിച്ചെടുത്ത ഒരു തംബ്നെയിലാണിത്. ആദ്യം നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിൽ. പിന്നെ രണ്ടാമത്തെ നോക്കുക, ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ നാണക്കേടെന്നാണ് US പ്രസിഡന്റ് വിശേഷിപ്പിച്ചതെന്നാണ് പറയുന്നത്. US പ്രസിഡന്റ് വിശേഷിപ്പിച്ചത് ഇറ്റ്സ് എ ഷെയിം എന്നാണ്. ഇറ്റ്സ് എ ഷെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെനിക്ക് റിഗ്രറ്റ് തോന്നുന്നു, ഡിസപ്പോയിൻറ്റഡ് ആണ് എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. ആ അർത്ഥത്തിലാണ് ട്രംപ് പറഞ്ഞത്. പക്ഷേ ട്രംപ് ആയതുകൊണ്ട് നമ്മൾ ഉടനടി വിചാരിക്കുക ട്രംപ് നാണക്കേടെന്ന് തന്നെ പറഞ്ഞു എന്നാണ്. ട്രംപ് അങ്ങനെയുള്ള പല കാര്യങ്ങളും പറയാറുള്ളതാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരാളൊരു കാര്യം പറഞ്ഞു എന്ന് നമുക്ക് ഉറപ്പുണ്ട്, ട്രംപാണ് ഇങ്ങനെ പറയും എന്നൊരു ഉറപ്പാണ് എന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് ഒരു വാർത്ത വരികയാണെങ്കിലും നമ്മളത് വിശ്വസിക്കരുത്. ഇനി നമുക്കൊരു കാര്യം ഒരാൾ ഒരിക്കലും പറയില്ല എന്ന് പറഞ്ഞിട്ടാണെങ്കിലും നമ്മളത് വിശ്വസിക്കരുത്. 2 തരത്തിലും നമ്മൾ വിശ്വസിക്കരുത്. നമുക്ക് ഉറപ്പാണ് അയാൾ അങ്ങനെ പറയുന്നതാണെങ്കിലും നമുക്ക് ഒരു ഉറപ്പാണ് അയാൾ പറയില്ല എന്ന് പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കുക. നമ്മളത് ഫാക്ട് ചെക്ക് ചെയ്തിട്ട് യഥാർത്ഥ വാർത്ത കണ്ടെത്തണം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനൊരു വാർത്ത വരുമ്പോൾ നേരെ കമൻറ്റ് ബോക്സിലേക്ക് പോകല്ല. ഇയാൾ ഇങ്ങനെ പറയാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതിൻ്റെ സോഴ്സ് കണ്ടെത്തി നമ്മൾ തന്നെ ഫാക്ട് ചെക്ക് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അടുത്തത് അഹാനയുടെ ഒരു വാർത്തയാണ്. അപ്പോൾ അഹാന വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ നിന്ന് പാട്ട് കേട്ടപ്പോൾ അഹാന അതിനെതിരെ വിമർശിച്ചൊന്നും ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇട്ടു. ഈ പാട്ടൊക്കെയാണോ പാടുന്നത് അമ്പലത്തിൽ എന്നൊക്കെയുള്ള രീതിയിലാണ് അഹാന ഇട്ടത്. അവിടെ എന്തോ സിനിമാ പാട്ട് വെച്ചു എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അവർ പാട്ട് ശബ്ദം കൂടിയതിനെ വിമർശിച്ചു തോന്നുന്നു. പക്ഷേ ഞാൻ അവരുടെ പ്രൊഫൈലിൽ നോക്കിയപ്പോൾ അത് കണ്ടില്ല. ചിലപ്പം സൈബർ അറ്റാക്ക് കാരണം ഡിലീറ്റ് ചെയ്തായിരിക്കും. എന്തായാലും ഞാൻ പറഞ്ഞത്, ആ മാധ്യമം അത് റിപ്പോർട്ട് ചെയ്തപ്പോൾ അഹാനയുടെ ഒരു ഫോട്ടോ ഇടുന്നതിന് പകരം അവർ ചെയ്തത് അഹാനയുടെ ഇവിടെ 3 ചന്ദനക്കുറിയും അതിന് ക്രോസ് ആയിട്ട് വിട്ടിട്ട് അവരെവിടെയോ അമ്പലത്തിൽ പോയ പണ്ടത്തെ ഏതോ ഒരു ഫോട്ടോ ആണ് അതിൻ്റെ കൂടെ ഇട്ടത്. അപ്പോൾ നമുക്ക് എന്തിനാണ് അവർ ആ ഫോട്ടോ ഇടുന്നത്? ആ ഫോട്ടോ ഇടുമ്പോൾ കൃത്യമായ ആളുകൾക്ക് ട്രിഗർ ചെയ്യുമെന്ന് അവർക്കറിയാം. അഹാനയെ തെറി കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇതൊരു മാധ്യമ സ്ഥാപനം ഇത് ചെയ്യാൻ പാടില്ല. അവർക്ക് ആ വാർത്ത കൊടുക്കുമ്പോൾ അഹാനയുടെ നോർമൽ ഫോട്ടോ കൊടുത്താൽ മതി. ഇത് ഇവിടെ മാത്രമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം സിദ്ദിഖ് എന്ന് പറഞ്ഞ ഒരു സിനിമാ നടനെതിരെ കുറച്ച് നാൾ മുമ്പ് ഒരു ഹേമ കമ്മിറ്റിയുടെ സമയത്ത് ഒരു കേസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിദ്ദിഖിൻ്റെ ഒരു സിനിമയിലെ ഏറ്റവും മോശപ്പെട്ട ഒരു ക്യാരക്ടറിൻ്റെ ഫോട്ടോ വെച്ചിട്ടാണ് അവർ ആ പ്രധാനപ്പെട്ട ന്യൂസ് കൊടുക്കുന്നത്. അവരെന്തിനാണ് അങ്ങനെ ഒരു സാധനം അവിടെ ട്രിഗർ ചെയ്യുന്നത്? അവർക്ക് സിദ്ദിഖിൻ്റെ ഒരു യൂഷ്വൽ ഫോട്ടോ കൊടുത്താൽ മതി. പക്ഷേ വാർത്തയോടൊപ്പം അവർ ആ ചിത്രം അവിടെ കൊടുക്കുന്നത് സിദ്ദിഖിനോടുള്ള എല്ലാ ദേഷ്യവും വെൻഡ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുക്കുക, അതുവഴി എൻഗേജ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എത്രത്തോളം എൻഗേജ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രം രീതിയിലേക്ക് മാധ്യമങ്ങൾ മാറിക്കഴിഞ്ഞു. അപ്പം ഇത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ലെവലിലേക്ക് നമ്മൾ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ന്യൂസുകളെല്ലാം കണ്ട് മടുത്ത് നമ്മളിതെല്ലാം ഒഴിവാക്കാമെന്ന് വിചാരിച്ചാലും നമ്മുടെ കൂട്ടുകാർ നമ്മളെ വെറുതെ വിടില്ല. പ്രത്യേകിച്ച് നമ്മൾ ഫ്രീ തിങ്കിങ് ഗ്രൂപ്പിലൊക്കെ ആണെങ്കിൽ നമുക്ക് രാഷ്ട്രീയമായിട്ട് എല്ലാവരും ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ്, ഞാൻ ഈ പറയുന്ന സവിശേഷതയുള്ള, ചിലപ്പം നിങ്ങൾ തന്നെ ചിലപ്പോൾ ഇങ്ങനെ സവിശേഷതയുള്ളതായിരിക്കും, ഞാനും ചിലപ്പോൾ പണ്ടിങ്ങനെ ചെയ്തിട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് ഇതൊന്നും പേഴ്സണലായിട്ട് എടുക്കണ്ട. ഞാൻ പറയുന്നത് നമ്മളുടെയൊക്കെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഷെയർ രാജ എന്ന് ഞാൻ പറയുന്നത് എന്ത് കിട്ടിയാലും ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് ചില പ്രത്യേക പൊളിറ്റിക്കൽ ഐഡിയോളജി ഉണ്ടാവും. ചില ആൾക്കാർക്ക്, ഉദാഹരണത്തിന് അരവിന്ദ് കെജ്രിവാളിനെ ആയിരിക്കും ചിലപ്പോൾ അവർക്ക് ഇഷ്ടം. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ BJP വിരുദ്ധ വാർത്തകൾ അവരിങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ തുടർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ഇത് മുഴുവനാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഇനി നേരെ തിരിച്ച് ഒരു BJPക്കാരന് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധിയെ ഇഷ്ടമില്ലാത്ത ഒരാളായിരിക്കും. അവരിങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ മറ്റേതൊക്കെ എങ്ങനെ ഒഴിവാക്കി എന്ന് പറഞ്ഞാലും ഇതെല്ലാം നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കും. പിന്നെ എവർഗ്രീൻ ഹേറ്റ് ഉള്ള ആൾക്കാരുണ്ട്. അവർക്കങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഏതെങ്കിലും ഒരാളോട് അവർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. അതിന് രാഷ്ട്രീയ കാര്യമൊന്നുമില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ചിലപ്പം MS ധോണി ആയിരിക്കും, അല്ലെങ്കിൽ മോഹൻലാലായിരിക്കും. ഇവരോടൊക്കെ അവർക്ക് ദേഷ്യമാണ്. എന്തോ ഒരു കാരണത്തിൻ്റെ പുറത്ത് ദേഷ്യമാണ്. ദിവസം മുഴുവൻ വരുന്ന അവരുടെ ഈ ഫേസ്ബുക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിഷ്ടമുള്ള രീതിയിലേക്ക് അതിനെ കണക്ട് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ അവർ ഈ സാധനങ്ങൾ
ഇവർക്കെതിരെ കൃത്യമായി സൃഷ്ടിച്ചെടുക്കുന്ന ട്രോളുകളെല്ലാം അവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അവരെല്ലാം അത് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരും. പിന്നെ ചില ആൾക്കാർക്ക് അവർക്കൊരു ഫേവറേറ്റ് ടീമുണ്ട്. ആ ടീം വെച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം അവരിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. അവരെല്ലാത്തിനകത്തും ഒരു തീം കണ്ടുപിടിക്കുന്നത്. ഒരു സിനിമ കാണാൻ പോയി കഴിഞ്ഞാലും ഈ സിനിമ കാണാൻ പോകുന്ന ചില യുക്തിവാദികളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ സിനിമ കാണാൻ പോകുന്നത് എന്തിനാണ്? ആ സിനിമ നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. പക്ഷേ അവിടെ പോയി കഴിഞ്ഞാലും അതിനകത്ത് നമ്മളുടെ രാഷ്ട്രീയമുണ്ടോ, മതത്തെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമയിൽ പോയിട്ട് അതിൻ്റെ ഇടയിൽ ചുഴഞ്ഞു നോക്കേണ്ട ഒരു കാര്യമല്ലല്ലോ അതൊന്നും. ഒരു സിനിമ കാണാൻ പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്ത് അഭിപ്രായം പറഞ്ഞാലും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ആ കോമൺ തീം അവിടെ ഇല്ലെങ്കിൽ അവർക്കത് വലിയ പ്രശ്നമാണ്. പിന്നെ വേറെ ചില ആൾക്കാർ കണ്ണിൽ കുത്തുന്ന തെളിവ് കിട്ടിയാലും, അത്രമാത്രം ശക്തമായ തെളിവ് കിട്ടിക്കഴിഞ്ഞാലും അവർക്ക് വിശ്വസിക്കാൻ മടിയാണ്. പക്ഷേ ഭയങ്കര സംശയപ്പെടുന്ന കാര്യമാണെങ്കിലും അതിനെതിരെയുള്ളതാണെങ്കിലും അവർക്ക് വിശ്വസിക്കാൻ എളുപ്പമാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ ഈ പെഹൽഗാം അറ്റാക്ക് നടന്ന സമയത്ത് നമുക്കറിയാം ടെററിസ്റ്റുകൾ വരുന്നതിന് ശേഷം അവിടുത്തെ നിരപരാധികളായിട്ടുള്ള നമ്മുടെ ടൂറിസ്റ്റുകളെ അവർ വെടിവെച്ച് കൊല്ലുന്നു. അപ്പം അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്തത് സംഘികളാണ്. അപ്പോൾ ഇവരുടെ മുന്നിലുള്ള തെളിവ് അത്രത്തോളം ശക്തമായൊരു തെളിവ് ഇവരുടെ മുന്നിൽ നിൽക്കുകയാണ്. ആ തെളിവ് അവരെടുക്കുന്നില്ല. പകരം അവർ വളരെ ഉറപ്പിച്ച് പറയുകയാണ് ഇത് ചെയ്തത് മറ്റുള്ളവരാണ്. അപ്പോൾ അവരുടെ മുന്നിലുള്ള തെളിവുകളെ അവർ അത്രത്തോളം അവർ തള്ളിക്കളയുന്നു. അതിനുശേഷം അവർക്ക് യാതൊരു ഉറപ്പില്ലാത്ത കാര്യത്തെ അവർ വളരെ രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ ന്യായീകരണ തൊഴിലാളികൾ, റാഷണലൈസർ എന്ന് പറഞ്ഞ സംഭവം, എന്ത് കിട്ടിക്കഴിഞ്ഞാലും അത് ന്യായീകരിച്ചെടുക്കുക, അത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഈ പ്രത്യേകിച്ചും രാഷ്ട്രീയ അണികൾക്കുള്ള ഒരു സംഭവം തന്നെയാണ് റാഷണലൈസിങ് എന്ന് പറഞ്ഞാൽ. എന്തിനേയും റാഷണലൈസ് ചെയ്യുക, എന്തിനേയും ന്യായീകരിക്കുക. എന്ത് നമ്മുടെ പാർട്ടി ചെയ്ത് കഴിഞ്ഞാലും അതിനെ ന്യായീകരിക്കുക. പണ്ട് ചെയ്തത് നമ്മൾ കാണിച്ചു കൊടുത്താലും ഇല്ല, ഇപ്പോഴത്തെ ന്യായം ഇതാണ് എന്ന് പറഞ്ഞ് റാഷണലൈസ് ചെയ്യുക. പിന്നെ ചില ആൾക്കാരുണ്ട്, എന്ത് പ്രശ്നം നടന്നു കഴിഞ്ഞാലും അതിനെ അവരുടെ വ്യക്തി ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യമായിട്ട്, എൻ്റെ വല്യുപ്പായ്ക്ക് ഇത് സംഭവിച്ചപ്പോൾ ഇങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വലിയ സാഹിത്യം അവർ രചിക്കും. എന്നിട്ട് ആ വിഷയത്തിൻ്റെ അന്തസ്സത്തെ മാറ്റിയതിന് ശേഷം അവരെ അത് വേറൊരു രീതിയിലേക്ക് മാറ്റി അവതരിപ്പിക്കുന്ന ടീമുകളുണ്ട്. അപ്പം മീഡിയ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല പ്രതിസന്ധികൾ കാരണം, ജീവിക്കാനുള്ള വഴി കാരണമൊക്കെ അവർ കുറേ റിയാലിറ്റിയെ മാറ്റി നമ്മുടെ മുന്നിലേക്ക് വിവരങ്ങൾ കൊണ്ടുവരുന്നു. അതിനുശേഷം നമ്മുടെ സുഹൃത്തുക്കൾ അതിനെ വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോകുന്നു. നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എങ്ങനെ നമുക്ക് രക്ഷപ്പെടാമെന്നുള്ളതാണ് ഞാൻ നോക്കുക. അപ്പം സുനിത വില്യംസിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം. സുനിത വില്യംസ് കുറേ നാളുകൾ സ്പേസിലായിരുന്നു. ഭൂമിക്ക് ചുറ്റും അവരിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ ഭൂമിയെ കാണുന്നുണ്ട്, അവർ ലോകത്തിനെ വേറൊരു വ്യൂ പോയിന്റിൽ കാണുന്നുണ്ട്. പക്ഷേ അവരിപ്പോഴും വിശ്വാസി തന്നെയാണ്. അവർ പോയപ്പോഴും അവർ റിലീജിയസ് സിമ്പിൾസൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെ ഉള്ള ആളാണെങ്കിലും മറ്റൊരു വിശ്വാസിയാണ്. അപ്പോൾ നമ്മൾ ഇവരെ അവിടെ നിന്ന് കൊണ്ടുവന്നപ്പോൾ നമ്മൾ വളരെയധികം ഫേസ്ബുക്കിലൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു, ഇത് സയൻസിൻ്റെ വിജയം, അപ്പോൾ നമ്മൾ വിശ്വാസികൾക്കെതിരെ അതിനെ ഉപയോഗിക്കാറുണ്ട്, ദൈവത്തിനല്ല കൊണ്ടുവരാൻ പറ്റിയത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവരിപ്പോഴും വിശ്വാസിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും വലിയൊരു നമ്മളെയൊക്കെ കാണുന്നതിന് മുമ്പ് നമ്മളെല്ലാവരെയും കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് അവർ. ഭൂമിയെ കാണാം, അവർക്ക് സ്പേസ് കാണാം, ഇത്രത്തോളം അറിവുണ്ട്. അവരെ കൊണ്ടുവന്ന സയൻസിനെ പറ്റി അവർക്ക് ബോധ്യമുണ്ട്. നമ്മളെക്കാട്ടിലൊക്കെ എന്തെല്ലാം അറിവുണ്ട്. എന്തുകൊണ്ടായിരിക്കും അവരെപ്പോഴും ഒരു ദൈവവിശ്വാസിയായിട്ട് തുടരുന്നത്? നമ്മൾ പറയും അവർക്ക് സയൻറ്റിഫിക് ടെമ്പറില്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ എന്തായിരിക്കും അവർക്ക് അത് ഇത്രയും അറിവുണ്ടായിട്ടും അവർക്ക് എന്തായിരിക്കും ആ ഒരു വാതിൽ മാത്രം തുറക്കാൻ പറ്റാത്തത്? ഈ അടുത്തിടയ്ക്ക് ഫേസ്ബുക്കിൽ ഒരു സുഹൃത്ത് എഴുതി, നമ്മളുടെ ഇന്ത്യയുടെ ചരിത്രം മുഴുവൻ 2 ആഴ്ച കൊണ്ട് പഠിക്കാം. ആ 2 ആഴ്ച കൊണ്ട് ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ജാതിമത വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല, നമുക്ക് മനുഷ്യനായിട്ട് കാണാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ ഒരാൾ എഴുതിയിട്ടുണ്ടായി. അങ്ങനെയാണോ? 2 ആഴ്ച കൊണ്ട് ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കങ്ങനെ മാറാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ എന്തായിരുന്നു? നമ്മളുടെ ഇവിടെയുള്ള ഈ ജാതി മത പ്രശ്നങ്ങളും പറയുന്നതൊക്കെ എത്രയോ വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. നമ്മൾ തന്നെ സ്കൂളിൽ എന്തുമാത്രം ചരിത്രം പഠിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവില്ല. അമേരിക്കൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം, അതിനു മുമ്പുള്ള കാര്യം മൊത്തം ചരിത്രം നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ എല്ലാം പഠിച്ചിട്ടും നമുക്ക് എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ വെറുക്കാൻ കഴിയുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് ചരിത്രബോധമില്ലാതെ നമ്മുടെ അമ്പലം പൊളിച്ചു എന്നും പള്ളി പൊളിച്ചു എന്നൊക്കെ പറയാൻ കഴിയുന്നത്? അപ്പം ചരിത്രം നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മൾ ശാസ്ത്രം പഠിക്കുന്നുണ്ട്, പക്ഷേ എങ്കിലും നമുക്ക് വേണ്ട ആശയങ്ങൾ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നോക്കുക, കാക്കക്കുയിലെ ഇതെല്ലാം പഠിച്ചാലും താക്കോൽ എവിടെയെന്ന് ചോദിക്കുമ്പോൾ താക്കോൽ എടുത്തില്ലേ? താക്കോൽ, ആ ഡയലോഗ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവല്ലോ, നീ പൊട്ടനാന്ന് അവസാനം പറയില്ലേ? അപ്പോൾ നേരത്തെ ഈ കഴിഞ്ഞ പ്രഭാഷണത്തിൽ MS വല്യത്താൻ്റെ കാര്യം ഡോക്ടർ പറയണ്ടായി. ഞാൻ ആദ്യമായിട്ടാണ് ആ ഒരു സംഭവം കേൾക്കുന്നത്. അപ്പോൾ ഇത്രയും വർഷങ്ങളോളം മെഡിക്കൽ സർവീസിലിരുന്ന ഒരു ഡോക്ടർക്ക് എങ്ങനെയാണ് അത് കഴിയുമ്പോൾ അദ്ദേഹത്തിന് അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാകുന്നത്? എങ്ങനെയാണ് സ്യൂഡോ മെഡിസിന് വേണ്ടിയിട്ട് പോകാൻ പറ്റുന്നത്? അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ഓക്കെ, ഇവർക്ക് സയൻറ്റിഫിക് ടെമ്പറില്ല. അങ്ങനെ ഒരു ഒറ്റ വാക്കിൽ നമ്മളത്
മാറ്റി നിർത്തുകയാണ് അല്ലേ. അപ്പോൾ ഇപ്പോൾ ഈ വിശ്വാസികൾ നോക്കുമ്പോൾ എന്താണ്, വലിയ എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരൊക്കെ വിശ്വസിക്കുന്നു, സുനിത വില്യംസ് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ചരിത്രം മുഴുവൻ പഠിച്ചവൻ വിശ്വസിക്കുന്നു, പിന്നെ നിനക്കൊക്കെ മാത്രം എന്താ പ്രശ്നം എന്നാണ് പല ആൾക്കാർക്കും തോന്നുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇവർക്ക് ഈ ഒരു വാതിൽ തുറക്കാൻ പറ്റാത്തത്? എന്താണ് ഇവർക്ക് പുതിയ ആശയങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ പറ്റാത്തത്? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ വിവരങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്നാണ് ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത്. അതിൽ ആദ്യത്താണ് തിങ്കിങ് ഇൻ എസെൻഷ്യൽസ് എന്ന് പറഞ്ഞു. ഏതൊരു കാര്യത്തിൻ്റെയും അതിൻ്റെ ഏറ്റവും അതിൻ്റെ അടിസ്ഥാനപരമായ സത്ത മനസ്സിലാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഏതൊരു കാര്യം, അതൊരു വാർത്തയാകാം, അതൊരു ബുക്കാകാം, അതൊരു സിനിമയാകാം, ഒരു പാട്ടാകാം, ഒരു പാട്ടിലെ വരിയാകാം, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന നമ്മുടെ മുന്നിൽ കാണുന്ന പുതിയൊരു മനുഷ്യനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആയിരിക്കാം. അതെന്താണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ അറിവ് നേടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് തിങ്കിങ് ഇൻ എസെൻഷ്യൽസ് എന്ന് പറയുന്നത്. എല്ലാത്തിൻ്റെയും അന്തസത്ത എന്താണ് എന്ന് മനസ്സിലാക്കുക, ഓരോന്നിൻ്റെ അന്തസത്ത എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ മുന്നിലേക്ക് ദിവസം തോറും അനേകായിരം വാർത്തകൾ വരുമ്പോൾ അതിൽ ഓരോ സംഭവവും എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ അനാലിസിസ് എന്ന് പറയുന്നത്. ഒരു ഡേറ്റ അനാലിസിസ് നമ്മളവിടെ ചെയ്യുക. ഇപ്പം ഞാൻ നിങ്ങൾ ഓരോരുത്തരെ കാണുമ്പോൾ ഓരോരുത്തരെ പരിചയപ്പെടുക, ഇവൻ ഏതാണ്, ഇവൻ എന്താണ്. ഇപ്പോൾ എന്താണ് നമ്മൾ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് ഫീച്ചറാണ്. എന്താണ് ഇയാളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്, എന്താണ് ഈ ഒരു ആശയത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്നുള്ളത് കാര്യം നോക്കുക. A book, a person or a philosophy and you want to break it into parts, discard parts as being insignificant and then look at all the rest and try to reduce them to a fundamental. ഒരു ഉള്ളി തൊലി കഴിയൊക്കെ കളഞ്ഞ്, അറിയാലോ ഉള്ളി പൊളിക്കുന്നത് പോലെ പൊളിച്ച് കളഞ്ഞ് അതിൻ്റെ ഏറ്റവും അന്തസത്ത കണ്ടെത്തുക എന്നുള്ളതാണ് തിങ്കിങ് ഇൻ എസെൻഷ്യൽ എന്ന് പറയുന്നത്. എല്ലാത്തിൻ്റെയും അന്തസത്ത കണ്ടെത്തുക. അവസാനം ഉള്ളിയും കൂടെ എടുത്ത് കളയരുത്. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രശ്നം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് ഒരുപാട് പൊളിക്കാനുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ചിന്തിക്കാൻ മടിയായതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ആ വിഷയമേ മാറ്റി വെക്കുക എന്നുള്ളതാണ്. അതാണ് നേരത്തെ പറഞ്ഞ പോലെ സുനിത വില്യംസും ഒക്കെ ചെയ്യുന്ന കാര്യം. എന്താണ് നമ്മൾ ആലോചിക്കും, എന്തുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല? അവർ ആ ഒരു തോട്ട് പ്രോസസ്സ് അതിനുള്ള വഴി അവർ ഒരുക്കില്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് എല്ലാവർക്കും ഒരു ഫ്രീ വില്ലുണ്ട്. എന്ത് ചിന്തിക്കണം, എന്ത് ചിന്തിക്കേണ്ടെന്നറിയാം. അപ്പോൾ എത്ര വലിയ സയൻറ്റിസ്റ്റ് ആണെങ്കിലും എത്ര വലിയ ഡോക്ടർ ആണെങ്കിലും ഒരു കാര്യം ചിന്തിക്കേണ്ടെന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി എത്ര പ്രഭാഷണങ്ങൾ നടത്തിയിട്ടും കാര്യമില്ല, എത്ര ബുക്കുകൾ അവർക്ക് കൊടുത്തിട്ടും കാര്യമില്ല, ഇത്രയും അടുക്കിലുള്ള വേൾഡ് ഹിസ്റ്ററി അവരുടെ മുന്നിലേക്ക് കൊടുത്തിട്ടും കാര്യമില്ല. അവർ തീരുമാനിക്കുകയാണ് അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ ആ ഒരു പ്രോസസ്സ് എന്തിൻ്റെയും മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും സത്ത എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മുടെ മുന്നിലേക്ക് അത്രമാത്രം ഡേറ്റയാണ് നമ്മുടെ മുന്നിലേക്കുള്ളത്. അപ്പോൾ ഇത്രമാത്രം ഡേറ്റയെ ഇങ്ങനെ അനാലിസിസ് ചെയ്യാൻ പറ്റുന്ന ഈ ഭൂലോകത്തിലെ ഏക എൻറ്റിറ്റി എന്ന് പറയുന്നത് മനുഷ്യൻ മാത്രമാണ്. മൃഗങ്ങൾക്കത് പറ്റില്ല. മൃഗങ്ങൾക്കെല്ലാം പെർസെപ്ഷൻ ലെവലിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അവർക്ക് ഇന്ന് കണ്ടതിനെ എന്താണെന്ന് മനസ്സിലാക്കി നാളെ അതിനെ വീണ്ടും കാണുമ്പോൾ അനലൈസ് ചെയ്യാനും ഒന്നും പറ്റില്ല. അവർക്ക് ഭക്ഷണം എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ സർവൈവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ മനുഷ്യന് മാത്രമാണ് ഈ കൺസെപ്ഷൻ ലെവലിലേക്ക് പോകാൻ പറ്റുക എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള പെർസെപ്ഷൻ എന്ന് ഞാൻ പറയുന്നത്, നമ്മൾ ഒരു കാര്യം കാണുന്നു, സെൻസിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു, കാണുന്നു, കേൾക്കുന്നു, രുചിക്കുന്നു, അറിയുന്നു. ആ കിട്ടുന്ന ഇൻഫോർമേഷനെ എല്ലാം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താണ് പെർസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതാണ് നമ്മൾ അറിയുന്നതിൻ്റെ ആദ്യത്തെ തുടക്കം. അതിൽ നിന്ന് മാറി അതെന്താണെന്ന് കൺസെപ്റ്റ് ആക്കുക. ഒരു മെൻ്റൽ ഇൻ്റഗ്രേഷൻ നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ആ മെൻ്റൽ ഇൻ്റഗ്രേഷൻ ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ പ്രോസസ്സാണ് എസെൻഷ്യൽസ് എന്ന് പറയുന്നത്. തിങ്കിങ് ഇൻ എസെൻഷ്യൽസ്. എസെൻസ് മനസ്സിലാക്കുക, സത്ത മനസ്സിലാക്കുക. നമ്മളുടെ എസെൻസ് ഗ്ലോബലിൻ്റെ എസെൻസ് അല്ല, അതിൻ്റെ സ്പെല്ലിങ്ങും നോക്കുക. എസെൻസിൻ്റെ സി ആണ് അവിടെ വരിക. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും സത്ത മനസ്സിലാക്കുക എന്നുള്ളതാണ്. വാട്ട് അണ്ടർലൈസ് ഇറ്റ് ഓർ ലീഡ്സ് ടു ഓർ കോസസ്. അതിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള എല്ലാ കാര്യത്തിനെയും ലേക്കും പോകുന്ന ഫണ്ടമെൻ്റൽ മനസ്സിലാക്കുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ ഫണ്ടമെൻ്റലായിട്ടുള്ള സംഭവം എന്താണ്, മനുഷ്യനെ മറ്റുള്ള എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്താണ്? മനുഷ്യനൊരു ആനിമലാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ആദ്യം മനുഷ്യനെ കാണുമ്പോൾ, കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നമ്മൾ മനുഷ്യനെ കാണുമ്പോൾ നമ്മൾ മനുഷ്യനെ മനസ്സിലാക്കുമ്പോൾ എന്താണ്? 2 കാലിൽ നടക്കാൻ കഴിയുന്ന, ഇത്ര ഹൈറ്റുള്ള, ഇത്ര വെയിറ്റുള്ള, ഇതൊക്കെ ബോഡി ഫീച്ചേഴ്സുള്ള, ചിരിക്കാൻ കഴിയുന്ന, സംസാരിക്കാൻ കഴിയുന്ന എന്നൊക്കെയുള്ളതായിരിക്കും നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന കൺസെപ്റ്റുകൾ. പക്ഷേ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കി വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണ്? ചിന്തിക്കാൻ കഴിയുന്ന ഏക എൻറ്റിറ്റിയാണ് മനുഷ്യൻ. റാഷണലായിട്ടുള്ള ആനിമൽ, അതാണ് നമ്മൾ മനുഷ്യന് കൊടുക്കുന്ന ഡെഫിനിഷൻ. അതേപോലെ ടേബിളിന് നമ്മളൊരു ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ അറിയാതെ സംഭവിക്കുന്നുണ്ട്. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കറിയാം, നമ്മൾ കുട്ടികളെ നിരീക്ഷിച്ചാൽ അറിയാം, കുട്ടികൾ കൺസെപ്റ്റ്സുകൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ കൊച്ചു കുട്ടികളാണെങ്കിൽ തന്നെ അവർ ടേബിൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? അവർ ലോകത്തുള്ള എല്ലാ ടേബിളുകളും കണ്ടിട്ടാണോ ഇത് ടേബിളാണ്, ഇത് ചെയറാണ് എന്ന് മനസ്സിലാക്കുന്നത്? അല്ല, അവരറിയാതെ തന്നെ അവർക്ക് ഒരു കൺസെപ്റ്റ് ഫോർമേഷൻ അതിനുള്ളൊരു സ്കില്ലുണ്ട് നമുക്ക്. അപ്പോൾ ലോവർ ലെവൽ പെർസെപ്റ്റിൽ നിന്ന് നമ്മൾ ആ കൺസെപ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യും.
പക്ഷേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിലുള്ള കൺസെപ്റ്റിലേക്ക് പോകണമെങ്കിൽ നമുക്ക് അതിന് ആ രീതിയിൽ നമ്മൾ എഫർട്ട് ഇട്ടാൽ മാത്രമേ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ സ്കൂളുകളിൽ ചെല്ലുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൺസെപ്റ്റ് ഫോർമേഷനെ ബ്ലോക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ മുന്നിലേക്ക് വെറുതെ ഐഡിയാസ് ഇങ്ങനെ റിയാലിറ്റിയുമായി ഒരു ബന്ധമില്ല എന്നുള്ള രീതിയിൽ ഇട്ട് തരികയാണ് ചെയ്യുക. നമ്മളോട് പറയും ഡെമോക്രസി, ജാതി, മതം, അങ്ങനെ വലിയ വലിയ ആശയങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഇട്ട് തരികയാണ്. നമ്മൾ അതിനെപ്പറ്റി എഴുതി പഠിക്കുകയാണ്. പക്ഷെ അത് എവിടുന്ന് വരുന്നു, എങ്ങനെയാണ് ആ കൺസെപ്റ്റ് ഉണ്ടായത് എന്ന് നമ്മൾ പഠിക്കുന്നില്ല. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഇങ്ങനെ നമ്മുടെ മുന്നിലേക്ക് രൂപപ്പെട്ട് വരികയാണ്. ആദ്യത്തെ കൺസെപ്റ്റ് പോയി കഴിഞ്ഞാൽ ആ കൺസെപ്റ്റിൽ നിന്ന് അതിൻ്റെ അഡ്വാൻസ് ലെവൽ കൺസെപ്റ്റിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയാണോ ടേബിളിൽ നിന്ന് നമ്മൾ ഫർണിച്ചറിലേക്ക് പോകുന്നത്, ടേബിൾ എന്ന് പറയുന്നത് ഫർണിച്ചർ എന്ന് പറഞ്ഞ വലിയ ക്ലാസിൻ്റെ അതിനകത്ത് വരുന്ന ഒരു എൻറ്റിറ്റിയാണ് ടേബിൾ. ടേബിൾ എന്ന് പറഞ്ഞാൽ അനേകായിരം ടേബിളുകളിൽ നിന്നാണ് നമ്മൾ ടേബിൾ എന്ന കൺസെപ്റ്റ് രൂപീകരിക്കുന്നത്. അതിൽ കോഫി ടേബിളുണ്ട്, ഇതേപോലെ ഓഫീസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടേബിളുകളുണ്ട്, പ്രസൻറ്റേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേബിളുകളുണ്ട്. അങ്ങനെ പല ടേബിളിൽ നിന്ന് ടേബിൾ എന്നൊരു കൺസെപ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നു. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നു ടേബിൾ വരുന്നത് ഫർണിച്ചറിലാണെന്ന് മനസ്സിലാക്കുന്നു. ഇതേപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് പോകാം. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ മനുഷ്യൻ്റെ രൂപത്തിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ മനുഷ്യൻ എവിടെ വരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. ആ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ നടത്തുന്നുണ്ട്. പക്ഷേ സ്കൂളുകളിലേക്ക് ചെല്ലുമ്പോൾ നമ്മളുടെ മുന്നിലേക്ക് ഇങ്ങനെ പല ആശയങ്ങൾ ഇങ്ങനെ യാതൊരു ബന്ധമില്ലാതെ നമ്മുടെ മുന്നിലേക്ക് വരികയും നമ്മളിത് എഴുതി പഠിക്കുകയും കാണാതെ പഠിക്കുകയും ചെയ്യുമ്പോൾ ഈ മെമ്മറൈസേഷനാണ് അറിവ് നേടാനുള്ള മാർഗമെന്നും ഇങ്ങനെ കേട്ട് പഠിക്കുന്നതാണ്, അത് ആവർത്തിച്ച് പറയുകയാണ്, ഒരു ബന്ധമില്ലാതെ പറയുകയാണെന്ന് നമ്മൾ പഠിക്കുന്നത് കൊണ്ടാണ് ഭാവിയിൽ നമ്മൾ വെറുതെ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത്. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നൊക്കെ പറയും. ഈ പറയുന്ന ആർക്കും എന്താണ് സ്വാതന്ത്ര്യമെന്നോ എന്താണെന്നോ സോഷ്യലിസമോ അറിയില്ല. കാരണം അവൻ പഠിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസമാണ് നമ്മുടെ പാർട്ടിയുടെ മുദ്രാവാക്യം, അത് പറയുക. അതങ്ങനെ ഓട്ടോമേറ്റൈസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സ്വാതന്ത്ര്യവും സോഷ്യലിസവും ഒരുമിച്ച് ചേർന്ന് പോകാത്ത ആശയങ്ങളാണെന്ന് മനസ്സിലായില്ല. ആ കോൺട്രഡിക്ഷൻ അവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ എന്ത് കാര്യം കിട്ടിയാലും അതിൻ്റെ അന്തസത്തയിലേക്ക് പോവാം. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താണ് എസൻസിൻ്റെ എസൻസ്? എസൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എസൻസിൻ്റെ സ്പെല്ലിങ് നമ്മൾ എസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. എസൻസിൻ്റെ സത്ത എന്താണ്? എന്താണ് എസൻസിനെ മറ്റ് സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്? നിങ്ങൾ അത് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അത് നിങ്ങൾക്ക് പിന്നീട് ആലോചിക്കാനായിട്ട് ഞാൻ വിട്ടുതരികയാണ്. എന്താണ് എസൻസിനെ മറ്റ് സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്? നിങ്ങൾക്കറിയാം, എസൻസ് ഗ്ലോബലിനെ ആണെങ്കിലും മറ്റ് സംഘടനകളെ ആണെങ്കിലും ഒരുപാട് നെയിം കോളിംഗ്, ചാപ്പ എന്ന് പറയും. ആൾക്കാർ പറയാറുണ്ട് എസൻസ് സംഘികളാണെന്ന് പറയാറുണ്ട്, കേവല യുക്തിവാദികളാണെന്ന് പറയാറുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള അല്ലെങ്കിൽ അരാഷ്ട്രീയവാദികളാണെന്ന് പറയാറുണ്ട്. അപ്പോൾ എന്താണ് എസൻസ് ഗ്ലോബൽ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് എസൻസ് ഗ്ലോബൽ എന്നൊരു കൺസെപ്റ്റ് നിങ്ങൾ ഓരോരുത്തരും ഉള്ളിൽ സൃഷ്ടിക്കുകയാണ്. അതിനുശേഷം എന്താണ് ഒരു സംഘി, എന്താണ് ഒരു സംഘപരിവാറുകാരൻ എന്ന് നിങ്ങൾ ഒരു കൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കത് വിളിക്കാൻ പറ്റില്ല. അങ്ങനെ കൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്യാത്ത ഒരാൾക്ക് മാത്രം വെറുതെ പോയിട്ട് ആരെങ്കിലും ഇട്ടൊരു കമൻറ്റ് കോപ്പി അടിക്കാൻ പറ്റും. അപ്പോൾ ഓരോരുത്തരും ചെയ്യുന്ന പ്രവർത്തനങ്ങളും വ്യത്യസ്തമാക്കി മാറ്റും. അതുപോലെ തന്നെ ഞാനിപ്പോൾ എസൻസിന് വേണ്ടിയിട്ട് പ്രഭാഷണം ചെയ്യും. അതുകൊണ്ട് എസൻസിൻ്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും എനിക്കുണ്ടാവണമെന്നില്ല. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും അത് എസൻസ് പറഞ്ഞായിട്ട് കണക്കാക്കേണ്ടതില്ല. ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. പക്ഷേ ഞാൻ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്നെ അതുമായിട്ട് ലിങ്ക് ചെയ്ത് സംസാരിക്കാൻ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ റിയാലിറ്റിയായിട്ട് ബന്ധമില്ലാതെ വെറുതെ ഇങ്ങനെ കൺസെപ്റ്റുകൾ മനസ്സിലാക്കാതെ ആവർത്തിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം വരും. ഇത് എസൻസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു കമ്മ്യൂണിസം ഫാസിസവും തമ്മിൽ എപ്പോഴും അടിയുണ്ടാക്കുന്ന രണ്ട് ഗ്രൂപ്പുകളാണ്. ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിലും കമ്മ്യൂണിസം അല്ലെങ്കിൽ ഫാസിസം അങ്ങനെയാണ്. കമ്മ്യൂണിസ്റ്റുകൾ ഫാസിസ്റ്റുകൾക്കെതിരെയാണ്, കമ്മ്യൂണിസ്റ്റുകൾ പറയുന്ന എല്ലാം ഫാസിസ്റ്റുകൾക്കെതിരെയാണ്, ഫാസിസ്റ്റുകൾ പറയുന്ന എല്ലാം കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെയാണ്. ഇവർ തമ്മിൽ എന്താണ് വളരെ വലിയ വ്യത്യാസം ഉണ്ടെന്നാണ് ഇവർ രണ്ടുപേരും വിചാരിക്കുന്നത്. പക്ഷേ ഇവരുടെ എസെൻഷ്യലായിട്ടുള്ള അവരുടെ എസെൻസ് നമ്മൾ തേടിപ്പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കും രണ്ടും മറ്റുള്ളവരുടെ മേൽ ഫോഴ്സ് ഉപയോഗിക്കുന്ന ഐഡിയോളജീസാണ്. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം എന്നുള്ള കൺസെപ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് ഫ്രീഡം വേഴ്സസ് സ്ലേവറി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് പോകും. അപ്പോൾ അവർ രണ്ടുപേരും ചെയ്യുന്ന കാര്യങ്ങൾ ഏകദേശം പല കാര്യങ്ങളിലും ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഇത് ഞാൻ പറയുന്നത് പോലെ അത് സെയിം ഇത് സെയിം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഒരു താരതമ്യം നടത്തിയിട്ട് ഓക്കെ രണ്ടും ഈക്വലാണെന്ന് പറയാന്നുള്ളതല്ല. അത് തെറ്റായിട്ടുള്ള രീതിയായിരിക്കും. ഞാൻ പറയുന്നത് എന്താണ് അതിൻ്റെ അന്തസത്തയെന്ന് നോക്കുക, ഓരോന്നിൻ്റെ അന്തസത്ത മനസ്സിലാക്കുക. കമ്മ്യൂണിസം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കുക, ഫാസിസം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ശരിയായ ലോജിക്ക് ഉപയോഗിച്ച് ഈ പറഞ്ഞ പോലെ കൺസെപ്റ്റ് ഫോർമേഷൻ മനസ്സിലാക്കിയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് രണ്ടും വ്യത്യാസമാണെന്ന് പറയില്ല. അതിൻ്റെ രണ്ടിൻ്റെയും അടിസ്ഥാനപരമായ ആശയം എന്ന് പറഞ്ഞത് വ്യക്തിക്ക് പ്രാധാന്യമില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ് ഇൻ്റർവെൻഷനെ പറ്റി പറയുമ്പോൾ സർക്കാർ എത്രത്തോളം വ്യക്തികളുടെ ജീവിതത്തിൽ ഇടപെടണം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചില ആൾക്കാർ പറയും കുറച്ചൊക്കെ ഇടപെടാം, അത്ര ഇടപെടാം, ഇത്ര ഇടപെടാം എന്നൊക്കെ പറയും. കുറച്ച് ഫോഴ്സാണ് കുഴപ്പമില്ല, എന്നെ ഉപദ്രവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവനെ ഉപദ്രവിക്കുന്നുണ്ട് കുഴപ്പമില്ല, എനിക്ക് അവിടെ ഒരു റോഡ് വേണം. അപ്പോൾ അവൻ എന്തുകൊണ്ട് സ്ഥലം വിട്ടുകൊടുക്കുന്നില്ല? അവന് സമൂഹത്തിൻ്റെ കാര്യം നോക്കിക്കൂടെ? അവന് വിട്ടുകൊടുത്തിട്ട് അപ്പോൾ അവൻ്റെ അടുത്ത് ഗവൺമെൻറ് ഫോഴ്സ് ഉപയോഗിക്കുന്നുണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല, ഇവനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ ആണോ ഗവൺമെൻറ് ഇൻ്റർവെൻഷനെ നമ്മൾ കാണുന്നത്? എന്താണ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ്റെ അന്തസത്ത എന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും മറ്റുള്ളവരുടെ മേൽ ഫോഴ്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ്.
അപ്പോൾ ഫോഴ്സ് ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണ്? ഒരാളുടെ മേൽ മറ്റൊരാൾ ബലപ്രയോഗം നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അയാൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ചിന്തിക്കാൻ പറ്റാതിരിക്കുമ്പോൾ എന്താണ് പറ്റുക? അയാൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, അയാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അയാൾക്ക് ഒന്നുമേ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ചിന്തയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഒരു സമൂഹത്തിൽ കൂടുതൽ ആളുകൾക്ക് ചിന്തിക്കാൻ പറ്റാതെ അപ്പോൾ എന്ത് പറ്റും? ഡിസ്ട്രക്ഷനിലേക്ക് അത് നീങ്ങും, നാശത്തിലേക്ക് അങ്ങനെ നീങ്ങും. അങ്ങനെയാണ് പല ഈ ഗവൺമെൻറ്റിൻ്റെ ഈ ഫാസിസ്റ്റ് ആണെങ്കിലും അത് കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും മറ്റുള്ളവരെ അടിച്ചമർത്തി ഭരിക്കാമെന്ന് വിചാരിച്ചിരുന്ന സമൂഹങ്ങളെല്ലാം നാശത്തിലേക്ക് പോയത് അങ്ങനെയാണ്. അപ്പോൾ അത്രയും ഡേറ്റ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള സംഭവമാണ്. നാഷണലൈസേഷനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ചില ആൾക്കാർ പറയും നാഷണലൈസേഷൻ നടത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഞങ്ങളുടെ പാർട്ടിയാണ് നാഷണലൈസേഷൻ നടത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല, അവരുടെ പാർട്ടി നാഷണലൈസേഷൻ ചെയ്യുമ്പോഴാണ് പ്രശ്നം. അല്ലെങ്കിൽ ഈ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ ഇവിടെ നടപ്പിലാക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഏതോ ഒരു മന്ത്രി പറഞ്ഞു അമൂർത്തമായ സാഹചര്യത്തിൽ സംഭവിച്ചതാണ്, ഈ മൂർത്തമായ പ്രശ്നത്തിൽ അതിനകത്തേക്ക് വലിച്ചഴക്കേണ്ട എന്നുള്ളതൊക്കെ പറഞ്ഞു. അതായത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത് മാറ്റാമെന്നുള്ളതാണ്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, സ്വകാര്യ യൂണിവേഴ്സിറ്റി അന്നും ഇന്നുമൊക്കെ ഒരേ സംഭവം തന്നെയാണ് അല്ലേ? സ്വകാര്യ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അപ്പോൾ അവരതിന് വേണ്ടിയിട്ട് ഒരുപാട് റാഷണലൈസ് ചെയ്യും. അന്ന് അങ്ങനെയായിരുന്നില്ല സാഹചര്യങ്ങൾ, ഇന്ന് ഇങ്ങനെയാണ് സാഹചര്യങ്ങൾ. പക്ഷേ അടിസ്ഥാനപരമായിട്ട് അതെന്താണ്? സ്വകാര്യ വ്യക്തികളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ അവിടെ സമ്മതിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് ആര് ചെയ്താലും അത് പ്രശ്നം തന്നെയാണെന്നുള്ളതാണ്. അതുപോലെ നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് ഇസ്ലാം ഈസ് പീസ്, ഇസ്ലാം സമാധാനമാണ്. അങ്ങനെ ഒരു സ്ലോഗൻ ആൾക്കാർ പറയാണ്, ഇസ്ലാമിസ്റ്റുകൾ സ്ഥിരമായിട്ട് പറയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളതിൻ്റെ അന്തസത്ത മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താണ് സമാധാനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരിക്കലും ഇസ്ലാം സമാധാനമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എല്ലാം സമാധാനമാണ്. കാരണം ഇസ്ലാമിനകത്ത് ഒരാളെ യുദ്ധത്തിൽ ഇങ്ങനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്താണോ ഒരു ആധുനിക മനുഷ്യൻ ചെയ്യാൻ പാടില്ല നമ്മൾ കരുതുന്നത് അത് ചെയ്യണം എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് സമാധാനമാണ് എന്നൊരാൾ പറയുകയാണെങ്കിൽ അപ്പോൾ പിന്നെ ലോകത്തുള്ള എല്ലാം സമാധാനമാണെന്നുള്ളതാവും. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ഇസ്ലാം എന്ന കൺസെപ്റ്റ് മനസ്സിലാക്കുക, എന്താണ് സമാധാനം എന്ന് മനസ്സിലാക്കുക. അതുപോലെ റിലീജിയനും ശാസ്ത്രവും സെയിം ആണ്, ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ അതിന് അയൺ റാൻഡിൻ്റെ പുസ്തകങ്ങളിൽ നിന്നാണ് ഞാൻ ഈ ആശയങ്ങളൊക്കെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അയൺ റാൻഡ് ചെയ്യുന്നൊരു കാര്യം ഡിഫൈൻ എവരിത്തിങ് എന്നുള്ളതാണ്. നിങ്ങളുടെ മുന്നിൽ വരുന്ന എല്ലാത്തിനെയും ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് നമ്മുടെ മുന്നിലേക്ക് വരുന്ന നിറങ്ങൾ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഒരു നിറം ബ്ലൂ എന്ന് നമുക്ക് എന്താണ് ബ്ലൂ എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്താണ് റെഡ് എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അതുപോലെ നമുക്ക് ആക്സിയംസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. എക്സിസ്റ്റൻസ്, എക്സിസ്റ്റ്, കോൺഷ്യസ്നസ് എന്നൊക്കെയുള്ള ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യങ്ങൾ, ഫിലോസഫിയുടെ കാര്യങ്ങൾ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ബാക്കി 99% കാര്യങ്ങളും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഡിഫൈൻ ചെയ്തതിന് ശേഷം ഇനി നമ്മളുടെ മുന്നിലേക്ക് ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് മറ്റൊരു തരത്തിൽ പറഞ്ഞു നോക്കുക, ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക. അപ്പം തന്നെ അതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാവും. ഉദാഹരണത്തിന് ഇസ്ലാം ഈസ് പീസ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ അത് പീസ്, ഇത് പീസ് എന്നുള്ള രീതിയിൽ നമ്മളതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മറ്റൊരു തരത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് വേറെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനല്ല, വേറെ വാക്കുകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി അയാളുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അയാൾക്ക് തന്നെ ചിലപ്പോൾ അതിൻ്റെ കോൺട്രഡിക്ഷൻസ് മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ആശയങ്ങൾ മനസ്സിലാക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ മുന്നിലേക്ക് വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മൾക്ക് വീണ്ടും ഇതിനെ പറ്റിയിട്ട് എല്ലാം പഠിച്ച് പുതിയൊരു ഡിസിഷൻ എടുക്കേണ്ട കാര്യമോ നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തീവാരി എറിയേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ മുന്നിലേക്ക് ആ ആശയത്തിനെ സംബന്ധിച്ച എല്ലാം നമ്മുടെ മുന്നിലേക്ക് വരും. ഉദാഹരണത്തിന് നീതി എന്ന് പറഞ്ഞു, ജസ്റ്റിസ് എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ജസ്റ്റിസ് അതായത് ഒരാൾക്ക് നീതി വേണം അല്ലെങ്കിൽ അത് അനീതിയാണെന്ന് അവിടെ നടന്നതെന്ന് നമ്മൾ വെറുതെ പറയുന്നതിന് പകരം എന്താണ് അവിടുത്തെ നീതികേട് എന്നുള്ളത് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ അറിയാതെ വരും എന്നുള്ളതാണ്. ഇൻസ്റ്റൻറ്റേനിയസ് റീകോൾ ഓഫ് എവറിത്തിങ് വൺ നോസ് അബൌട്ട് ദാറ്റ് സബ്ജക്റ്റ് എന്നാണ് പറഞ്ഞത്. നീതിയെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് വരും. സമാധാനം എന്ന് പറയുന്നെങ്കിൽ സമാധാനത്തെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ മുന്നിലേക്ക് വരും. ഫോഴ്സ് എന്നാണ് പറയുന്നതെങ്കിൽ ഫോഴ്സിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ മുന്നിലേക്ക് വരും. അതുപോലെ ടാക്സ് ആണെങ്കിലും താരിഫ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ മൊത്തം ചരിത്രവും നമ്മുടെ മുന്നിലേക്ക് വരും. അതാണ് എസെൻഷ്യൽസ് വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഒരു കാര്യത്തിൻ്റെ അന്തസത്ത വെച്ച് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലുള്ള ഗുണം അതാണ്. ഈ അടുത്തിടയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇപ്പോഴത്തെ യുദ്ധം നടക്കുന്ന സമയത്ത് പാകിസ്ഥാന് വെള്ളം കൊടുക്കുന്നതിനെ പറ്റിയിട്ട് ചർച്ചയൊക്കെ നടന്നില്ല. അപ്പോൾ കുറേ ആൾക്കാർ പാകിസ്ഥാന് വെള്ളം കൊടുക്കേണ്ട കാര്യമില്ല, വെള്ളം കൊടുക്കണം, ഓരോരുത്തരും അവരുടെ വ്യൂ പോയിൻറ്റ്സ് ഒക്കെ പറയുന്നുണ്ടായി. അപ്പോൾ അതിലെനിക്ക് രസമായിട്ട് തോന്നിയത് കമാൽ പാഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എനിക്ക് തോന്നുന്നു അദ്ദേഹം ജഡ്ജിയോ അഡ്വക്കേറ്റോ ആരോ എന്തോ ആണ്, എന്തായാലും നീതിന്യായ വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലാണെന്ന് തോന്നുന്നു. അതിൽ അദ്ദേഹം പറയാണ് വെള്ളം കൊടുക്കേണ്ട കാര്യമില്ല, അവർ കഷ്ടപ്പെടട്ടെ എന്ന്. അപ്പം എന്താണ് അതിൻ്റെ പ്രശ്നം? അതിൻ്റെ പ്രശ്നം അദ്ദേഹം പല ആൾക്കാർക്കും ജസ്റ്റിസ് കൊടുക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെത്തഡോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ശത്രു രാജ്യമാണ്, പാകിസ്ഥാൻ അത്ര ശരിയല്ല. അപ്പോൾ പാകിസ്ഥാനിലെ ഏതെങ്കിലും പാവപ്പെട്ടവരും വെള്ളം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണ്.
ഈ ഒരു രീതിയിൽ അദ്ദേഹം പല കേസുകളിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നമാണ്. എനിക്കറിയില്ല അദ്ദേഹം ഏതൊക്കെ കേസ് വിധിച്ചിട്ടുണ്ടോ എന്നുള്ളതല്ല, എനിക്കറിയില്ല. പക്ഷേ ആലോചിക്കുക, പക്ഷേ നീതി എന്നുള്ള ആശയം അദ്ദേഹത്തിനുണ്ടായിരുന്നെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണോ വർഷങ്ങളോളം മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് ആയുർവേദത്തെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനെയാണോ ഈ നേരത്തെ ചരിത്രം മുഴുവൻ പഠിച്ച ആൾക്ക് ചരിത്രബോധമില്ലാതെ സംസാരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ പോലെ വർഷങ്ങളോളം നീതിന്യായ വ്യവസ്ഥയിൽ പ്രവർത്തിച്ച ഒരാൾക്കും നീതി എന്താണെന്ന കൺസെപ്റ്റ് അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം നമ്മൾ അഡ്വക്കേറ്റ് ആകണമെന്നില്ല, വർഷങ്ങളോളം നമ്മൾ മജിസ്ട്രേറ്റായിട്ട് കേസ് വിധിക്കണമെന്നില്ല. പക്ഷേ നീതി എന്താണെന്ന് നമുക്കുണ്ട്. നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോരുത്തരെയും അവരെ ജഡ്ജ് ചെയ്തതിന് ശേഷം അവൻ എന്താണ് ചെയ്തത്, അവൻ എന്താണ് പ്രവർത്തിച്ചത്, അല്ലെ അവൾ എന്താണ് ചെയ്തത്, എന്താണ് പ്രവർത്തിച്ചത്, എന്താണ് അവൻ്റെ ആശയമെന്ന് മനസ്സിലാക്കി അവൻ അർഹിച്ചത് അവന് കൊടുക്കുക എന്നുള്ളതാണ് നീതി. അവൻ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവൻ പ്രൊഡ്യൂസ് ചെയ്ത് അവന് കൊടുക്കുക. അവൻ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അവനെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് അവനനുസരിച്ചുള്ള പണിഷ്മെൻറ്റ് കൊടുക്കുക. ഇതാണ് നീതിബോധത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യം. അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. അത്രത്തോളം സിമ്പിളാണ് കാര്യങ്ങൾ. അത് നമുക്ക് മനസ്സിലാണെങ്കിൽ പക്ഷെ നമുക്ക് ആ കൺസെപ്റ്റ് മനസ്സിലാവണം. അതുപോലെ തന്നെ ഈ വേടൻ്റെ വിഷയത്തിൽ, വേടനെ മറ്റേ പുലിപ്പല്ലോ പുലിനകം ആ വിഷയമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് മന്ത്രി പറഞ്ഞു എന്നും പറഞ്ഞു വന്ന മീഡിയ വാർത്തയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, മീഡിയ വാർത്ത ആയതുകൊണ്ട് ഞാൻ മന്ത്രി പറഞ്ഞോ എന്നെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എങ്കിലും ഇത് പലരും പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. പൊതുസമൂഹത്തിൻ്റെ വികാരം ഉദ്യോഗസ്ഥർ പരിഗണിക്കണം. ഇങ്ങനെയാണോ നമ്മൾ നീതി നടപ്പിലാക്കേണ്ടത്? അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, മോഹൻലാലിനും സുരേഷ് ഗോപിക്കും കിട്ടിയ നീതി വേടനും കിട്ടണം. അപ്പോൾ മോഹൻലാലിനും സുരേഷ് ഗോപിക്കും കിട്ടിയ നീതി വേടന് കിട്ടണം. എന്തുകൊണ്ടാണ്? വേടൻ പൊതുസ്വത്താണ്. കാരണം വേടൻ പാട്ട് പാടും, വേടൻ രാഷ്ട്രീയം പറയും. കാരണം വേടൻ്റെ രാഷ്ട്രീയമൊക്കെ ഭയങ്കര രസമാണ്, എങ്കിലും വേടൻ രാഷ്ട്രീയം പറയും. അപ്പോൾ വേടൻ രാഷ്ട്രീയം പറയും, വേടൻ പാട്ട് പാടും, വേടൻ ദളിത് സമൂഹത്തിൽ നിന്ന് വന്നതാണ്, വേടൻ പൊതുസ്വത്താണ്. അപ്പോൾ വേടന് നീതി കിട്ടണം. അപ്പോൾ എനിക്കോ നിങ്ങൾക്കോ മറ്റുള്ളവർക്ക് നീതി വേണ്ടേ? യഥാർത്ഥത്തിൽ പറയേണ്ടത് എന്താണ്? മോഹൻലാൽ ആണെങ്കിലും സുരേഷ് ഗോപി ആണെങ്കിലും വേടനാണെങ്കിലും അഭിലാഷ് ആണെങ്കിലും ആരാണെങ്കിലും അവൻ എന്താണോ ചെയ്തത് അതിനനുസരിച്ചിട്ടാണ് അവന് നീതി കൊടുക്കേണ്ടതെന്നാണ് പറയേണ്ടത്. അപ്പോൾ നമ്മുടെ നിയമം നടപ്പിലാക്കേണ്ട ആൾക്കാരും അതുപോലെ തന്നെ നമ്മുടെ മന്ത്രിമാരും എല്ലാവരും സംസാരിക്കുന്നത് പൊതുസമൂഹത്തിൻ്റെ വികാരം നോക്കിയിട്ട് നീതി നടപ്പിലാക്കണമെന്നുള്ളതാണ്. അത് നീതി എന്ന് പറഞ്ഞ അടിസ്ഥാന ആശയം മനസ്സിലാകാത്തതിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ അത് ഫേസ്ബുക്കിൽ അതിന് വേണ്ടിയിട്ട് വന്ന ഒരു ആരോ എല്ലാം എഴുതിയതാണ്. അത്രയേ ഉള്ളൂ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഒരു കേസിൽപ്പെട്ട് അകത്താവുന്ന സമയത്ത് എടുത്ത് ഭരണത്ത് വെക്കാവുന്ന നീതിബോധമൊക്കെ നമ്മൾ മനുഷ്യരുടെ കയ്യിലുള്ളൂ. അപ്പോൾ നമ്മൾ അമേരിക്കയിൽ പുട്ടിന് പകരം കഞ്ചാവാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞ് മെഴുകി തുടങ്ങും. ഗ്രാം അളന്ന് നോക്കും. ഇതിൽ വലിയ കുറ്റങ്ങൾ ചെയ്തവരെ എന്തു ചെയ്ത് എന്ന് റിപ്പോർട്ടുണ്ടാക്കും. അവനൊപ്പം എന്ന് ഹാഷ്ടാഗ് ഇടും. കുറ്റം ചെയ്ത ആൾ സമ്മതിച്ചാൽ പോലും നമ്മൾ സമ്മതിക്കില്ല. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും നീതിബോധം അത്രയേ ഉള്ളൂ. നമ്മൾ നോക്കുന്നത് നമുക്കിഷ്ടപ്പെട്ട ആളാണോ ചെയ്തത്, നമ്മളുടെ ശത്രുവാണോ ചെയ്തത് എന്നുള്ളതാണ്. അതൊരിക്കലും നീതിബോധമല്ല. അപ്പോൾ ഞാൻ കൺസെപ്റ്റ് ഫോം ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു. നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അറിയാം, നമ്മൾ ഫോൾഡേഴ്സായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കും. നമ്മൾ ഫോട്ടോസൊക്കെ ഇടുകയാണെങ്കിൽ നമ്മൾ ഓരോ ഡേറ്റിലിട്ട ഫോട്ടോസ്, അല്ലെങ്കിൽ നമ്മളുടെ കുട്ടിയുടെ ഫോട്ടോ ആണെങ്കിൽ കുട്ടിയുടെ ഫോട്ടോ, നമ്മൾ ട്രിപ്പ് പോയ ഫോട്ടോ ആണെങ്കിൽ ട്രിപ്പ് പോയ ഫോട്ടോ, അതേപോലെ നമ്മൾ ഫോൾഡറുകൾ ക്രിയേറ്റ് ചെയ്തിടുന്നുണ്ട്. ഇതേപോലെ ഒരു ആക്ടിവിറ്റി നമ്മളുടെ തലച്ചോറിനുള്ളിൽ നമ്മൾ ചെയ്യുക എന്നുള്ളത്. കാരണം ചിന്ത എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന സംഭവമല്ല. ഞാൻ പണ്ട് ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ പോലീസുകാരൻ അവിടെ നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ ഹെൽമെറ്റ് എടുത്ത് ചിലപ്പോൾ വെക്കും. നമുക്ക് വേണമെങ്കിൽ ആ ഹെൽമെറ്റ് അവിടെ തൂക്കിയിട്ടുകൊണ്ട് പോകാം, അല്ലെങ്കിൽ തിരിച്ചു പോകാം, അല്ലേ? അല്ലെങ്കിൽ പോലീസുകാരൻ്റെ മുമ്പിലൂടെ ഞാനിതൊന്നും വകവെക്കുന്നില്ല എന്ന് പറഞ്ഞു പോകാം. നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത് ആ ഹെൽമെറ്റ് എടുത്ത് വെക്കണോ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ പോലീസുകാരനെ പേടിച്ച് ഹെൽമെറ്റ് വെക്കണോ വേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കുന്ന പോലെ തന്നെയാണ് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ തീരുമാനിക്കണം. അപ്പോൾ നമ്മൾ ആശയങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും ഇതേപോലെ ഫോൾഡറുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിത് ചെറുതെ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. സയൻസ്, ഹ്യൂമൻ, സോഷ്യലിസം, ലിബറലിസം, ടേബിൾ, ആനിമൽ, ജസ്റ്റിസ്, എക്കണോമിക്സ്, വെർച്യൂ, വാല്യൂ, ഇക്വാലിറ്റി, ആർട്ട്, ഇതിനെല്ലാത്തിനും ഇതൊക്കെ എന്താണ്? ഓരോന്നിനും അതിൻ്റേതായ ക്ലാസിഫിക്കേഷനുണ്ട്. ചിലപ്പോൾ വലിയൊരു ഫോൾഡറിനുള്ളിൽ കുറേ കുഞ്ഞു കുഞ്ഞു ഫോൾഡറുകളുണ്ടാവും. സോഷ്യലിസം എന്ന് പറയുന്ന അല്ലെങ്കിൽ നാസിസം എന്ന് പറയുന്നതൊക്കെ ചിലപ്പോൾ ഒരു വലിയ ഫോൾഡറിനുള്ളിൽ വരുന്ന ഫോൾഡറുകളായിരിക്കും. നമ്മൾ ഓരോ ഫോൾഡറും ക്ലിക്ക് ചെയ്ത് പോകാം. അതിങ്ങനെ പോയി നമുക്ക് ആ ഒരു ആശയത്തിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ലെവലിലും എത്താൻ പറ്റും. ആ ആശയം വന്ന റിയാലിറ്റിയുടെ ഏറ്റവും താഴത്തെ പെർസെപ്ഷൻ ലെവലിൽ, സെൻസർ ലെവലിലേക്ക് നമുക്ക് അത് എത്താൻ പറ്റും എന്നുള്ളതാണ്. ഒരു ശാസ്ത്രജ്ഞനോ അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ടിനോ നമ്മളെക്കാട്ടിൽ കൂടുതലുള്ള എന്താണ്? അവർക്കും ഈ പറഞ്ഞ പോലെ കൺസെപ്റ്റ് ഫോർമേഷൻ തന്നെയാണുള്ളത്. അവർ ഈ കൺസെപ്റ്റ് തന്നെയാണ് ക്രിയേറ്റ് ചെയ്ത് ഏറ്റവും അഡ്വാൻസ്ഡ് കൺസെപ്റ്റിലേക്ക് പോകുന്നത്. നേരത്തെ സ്റ്റാർലിങ്ങിനെ പറ്റിയിട്ട് പൗലോസ് ഇവിടെ സംസാരിച്ചു. സ്റ്റാർലിംഗ് എന്ന് പറഞ്ഞ ടെക്നോളജിയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? നമ്മൾ ആ ആശയത്തിലേക്ക് നമ്മൾ എങ്ങനെ എത്തിയാണ്? അതിൻ്റെ താഴത്തേക്ക് വരുന്ന ഓരോ കൺസെപ്റ്റ് ലെവലും നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് ഓരോ കൺസെപ്റ്റ് ലെവലിലും
തൊട്ട് ഉള്ളതായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ ഏറ്റവും അഡ്വാൻസ്ഡ് കൺസെപ്റ്റിലേക്ക് പോയത്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ശാസ്ത്രത്തിന് നമ്മളെക്കാട്ടിലും കൂടുതലുള്ളത് കോണ്ടക്സ്റ്റാണ്. കോണ്ടക്സ്റ്റ് കൂടി വരും. ഞാൻ പറഞ്ഞു, നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ഒരു കൊച്ചുകുട്ടി തന്നെ ടേബിൾ എന്ന് പറഞ്ഞ ആശയം ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അവൻ്റെ കോണ്ടക്സ്റ്റ് വെച്ചിട്ടാണ് അവന് ക്രിയേറ്റ് ചെയ്യുന്നത്. കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്കും ഈ പറഞ്ഞ പോലെ നമ്മുടെ ചുറ്റുമുള്ള കോണ്ടക്സ്റ്റൽ നോളജ് വെച്ചിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ മനുഷ്യരാശി നേടിയ അറിവുകളുടെ എല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് പുതിയ ആശയങ്ങൾ ഇതിനാണ് നമ്മൾ ശാസ്ത്രമെന്നും ഫിലോസഫിയും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ പോകണം. നമ്മൾ എന്ത് കിട്ടിയാലും നമ്മളതിനെ ഡിഫൈൻ ചെയ്യാനും അതിനെ കൃത്യമായ ഓരോ ഫോൾഡറിലിടാനും ശ്രമിക്കണം എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ പരിപാടിയാണ് തിങ്കിങ് ഇൻ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ തിങ്കിങ് ഇൻ എസെൻഷ്യൽസ് നമ്മൾ പറഞ്ഞു, ഒരു കാര്യത്തിൻ്റെ അന്തസത്ത മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതാണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ, ഏത് പ്രിൻസിപ്പിളാണ് ഇവിടെ ആക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഞാൻ കുറേയൊക്കെ കഴിഞ്ഞ സെഷനിൽ തന്നെ പറഞ്ഞു അതിനെ പറ്റിയിട്ട്. അപ്പം ഫോഴ്സ്, ഒരു പ്രശ്നം നടക്കുകയാണ്. ഇപ്പോൾ എന്തുകൊണ്ട് ട്രംപ് താരിഫ് നടപ്പിലാക്കുന്നതിനെ പറ്റിയിട്ട് നമ്മൾ പറയാറുണ്ടല്ലോ. ഇന്ത്യക്കെതിരെ താരിഫ് നടപ്പിലാക്കുന്നു, ചൈനയ്ക്കെതിരെ നടപ്പിലാക്കുന്നു. അപ്പോൾ ആ താരിഫിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പം എങ്ങനെയാണ് അവരിത് ഡിസ്കസ് ചെയ്യുക? അവിടെ താരിഫ് കൊടുക്കണോ, ഇവിടെ താരിഫ് കൊടുക്കണോ, അല്ലെങ്കിൽ ഇന്ന സാധനം താരിഫ് ഏർപ്പെടുത്തണോ? അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ എങ്ങനെയാണ് പ്രിൻസിപ്പിൾസ് വെച്ചിട്ട്, ആശയങ്ങൾ വെച്ചിട്ട്, പ്രിൻസിപ്പിൾസിൻ്റെ മലയാളം കൃത്യമായിട്ട് എന്താണെന്ന് എനിക്കറിയില്ല, ആദർശം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലെ സിദ്ധാന്തം. നമ്മൾ ഫിസിക്സിൽ പ്രിൻസിപ്പിളുണ്ട്, കെമിസ്ട്രിയിൽ പ്രിൻസിപ്പിളുണ്ട്, അതേപോലെ പൊളിറ്റിക്സിലും എത്തിക്സിലും മൊറാലിറ്റിയിലും ഒക്കെ പ്രിൻസിപ്പിളുണ്ട്. അപ്പോൾ ഒരു സംഭവം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ താരിഫ് നടപ്പിലാക്കുമ്പോൾ താരിഫ് നടപ്പിലാക്കണം. ഓക്കെ, ആ കാറിന് താരിഫ് വേണോ, അല്ലെ ടെമ്പോയ്ക്ക് താരിഫ് വേണോ, അല്ലെങ്കിൽ വീറ്റിന് താരിഫ് വേണോ, നെല്ലിന് താരിഫ് വേണോ എന്നുള്ള കാര്യമല്ല നമ്മൾ ആലോചിക്കേണ്ടത്. താരിഫ് എന്ന് പറഞ്ഞതിൻ്റെ പ്രശ്നം എന്താണ്? അതാണ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് ആലോചിക്കുക എന്ന് പറയുന്നത്. തിങ്കിങ് ഇൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ കാര്യത്തിനും ഒരു പ്രിൻസിപ്പിൾ ഉണ്ടാവും, ആ പ്രിൻസിപ്പിൾ കണ്ടത്. അത് നമുക്ക് ഫിസിക്സിൽ നമ്മൾ ചെയ്യാറുണ്ട്, ശാസ്ത്രജ്ഞന്മാർ ചെയ്യാറുണ്ട്. അവർ ആ ഒരു പ്രിൻസിപ്പിളിലേക്ക് എല്ലാത്തിനെയും കണക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ കെമിസ്ട്രിയിലുണ്ട്. പക്ഷേ നമ്മൾ എത്തിക്സിലേക്ക് വരുമ്പം, പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ, സോഷ്യൽ സയൻസിലേക്ക് വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ പ്രിൻസിപ്പിൾ മറക്കും. അപ്പോൾ നമ്മളവിടെ നോക്കുന്നത് എന്താണ് പ്രാക്ടിക്കൽ എന്ന് നോക്കിയിട്ട് അത് ചെയ്യുക. ഓക്കെ, ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ ട്രംപ് എന്ത് പറഞ്ഞോ ആ താരിഫാണ് കറക്റ്റ്. ഓക്കെ, ട്രംപ് പറയാണ് ചൈനയോട് താരിഫ് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ചൈനയോട് താരിഫ് വേണ്ട, അതാണ് കറക്റ്റ്. പക്ഷേ താരിഫ് എന്താണെന്ന് മനസ്സിലാക്കുന്ന ആൾ, താരിഫിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ് ഫ്രീ ട്രേഡിൻ്റെ പ്രിൻസിപ്പിൾ? ഫ്രീ ട്രേഡ് എന്ന് പറയുന്നത് അത് ചെയ്തു കഴിഞ്ഞാൽ സമൂഹം മുഴുവൻ പുരോഗതി പ്രാപിക്കും. അതൊരു വിൻ വിൻ സിറ്റുവേഷനാണ് ഫ്രീ ട്രേഡ്. കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്, ഓരോരുത്തർക്കും എന്താണ് ഉൽപ്പാദിപ്പിക്കാൻ കൂടുതൽ കഴിയുന്നത് അത് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു, മറ്റ് സമൂഹങ്ങളിലെത്തും. അതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. നിങ്ങൾക്ക് റോങ് പ്രിൻസിപ്പിൾ ഉണ്ടാവാം, റൈറ്റ് പ്രിൻസിപ്പിൾ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ അതെല്ലാം ഉപേക്ഷിച്ചതിന് ശേഷം ഞാൻ പ്രാക്ടിക്കലായിട്ടാണ് കാണുന്നത്, ഇപ്പോൾ ഇതാണ് വേണ്ടത്, നമ്മുടെ രാജ്യത്തിന് ഇത് കോംപ്ലിക്കേറ്റഡ് ആണ്, നമുക്കത് പറ്റില്ല, ഇത് പറ്റില്ല എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾ കുഴപ്പത്തിലേക്ക് ചാടും എന്നുള്ളതാണ്. Principle, a fundamental generalization, a fundamental primary or general truth on which other truths depends. ആ ഒരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാ സത്യങ്ങളും ആ പ്രിൻസിപ്പിളിനെ ബന്ധപ്പെടുത്തിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എസെൻഷ്യൽ കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ നമ്മൾ ഒരു പ്രിൻസിപ്പിളിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമുക്ക് വേണ്ടത് ഒരു ആക്റ്റീവ് മൈൻഡാണ്, ഓപ്പൺ മൈൻഡ് അല്ല വേണ്ടത്. നമ്മൾ മനസ്സ് തുറന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ പ്രോസസ്സിലൂടെ നമുക്ക് കടന്നു പോകാൻ പറ്റില്ല. നമ്മൾ ആക്റ്റീവായിട്ട് ഇടപെടണം. ആക്റ്റീവായിട്ട് ഇടപെടുക എന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞ പോലെ അന്തസത്ത മനസ്സിലാക്കുന്നു, എന്താണ് പ്രിൻസിപ്പിൾ എന്ന് നമ്മൾ ആക്റ്റീവായിട്ട് ആലോചിച്ച് കണ്ടെത്തി നമ്മൾ അതുമായിട്ട് ലിങ്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ലെറ്റ് എവിഡൻസ് ലീഡ് എന്ന എസൻസിൻ്റെ മുദ്രാവാക്യം അതൊരു പ്രിൻസിപ്പിളാണ്. അല്ലെ, ഫോഴ്സ് സീസ് ആൻറ്റി റീസൺ, ആൻറ്റി തീസിസ് ടു വാല്യൂ, ഫോഴ്സ് ലീഡ്സ് ടു ഡിസ്ട്രക്ഷൻ. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാഷണലൈസേഷൻ ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ചെയ്താലും മോഡി ഗവൺമെൻറ് ചെയ്താലും അവർ ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നമുക്ക് നോക്കിയാൽ മതി. നമ്മൾക്ക് പിന്നെ അതിൻ്റെ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട. അപ്പോൾ പ്രിൻസിപ്പിൾ വെച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് അങ്ങനെ മാത്രം നോക്കിയാൽ മതി എന്നുള്ള. ഇൻഡിവിജ്വൽ ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇൻഡിവിജ്വൽ ഈസ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞതിന് ശേഷം ഓക്കെ, ആ ഇൻഡിവിജ്വൽ ഇമ്പോർട്ടൻറ്റ്, പക്ഷേ ഈ ഇൻഡിവിജ്വൽ ഇമ്പോർട്ടൻ്റ് അല്ല എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നമ്മളെപ്പോഴും മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണ് ഇൻഡിവിജ്വൽ, വ്യക്തിയാണ് പ്രാധാന്യം. വ്യക്തി പ്രാധാന്യമാണെന്നുള്ള പ്രിൻസിപ്പിളാണ് നമുക്കുള്ളതെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ വ്യക്തികൾക്കും നമ്മൾ പ്രാധാന്യപ്പെട്ടവർ തന്നെയാണ്. അല്ലാതെ ഇസ്രയേലിൽ മരിച്ചു വീഴുന്ന ജൂതന്മാർ നമുക്ക് പ്രാധാന്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ നമ്മളുടെ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും അനുസരിച്ച് നമുക്കത് മാറ്റാൻ പറ്റില്ല. എല്ലാ വ്യക്തികൾക്കും പ്രാധാന്യമുണ്ട്. അവരുടെ മേൽ ഒരു തരത്തിലുള്ള ഫോഴ്സും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ജസ്റ്റിസിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അതല്ല, കള്ളം പറയരുത് എന്ന് പറയുന്നത് ഒരു പ്രിൻസിപ്പിളാണ്. അപ്പോൾ ആ പ്രിൻസിപ്പിൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കള്ളം പറയരുതെന്ന് പറയുമ്പോൾ എന്താണ് കള്ളം പറയരുതെന്നുള്ള യഥാർത്ഥ ആശയം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് എല്ലായിടത്തും ആപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ്. ഇതുപോലെ തന്നെ സാമ്പത്തിക കാര്യത്തിലെ പ്രിൻസിപ്പിൾ, എക്കണോമിക് പ്രിൻസിപ്പിളായിട്ടുള്ള നേരത്തെ ഫ്രീ ട്രേഡിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. താരിഫ് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. അവസാനമായിട്ട് താരിഫ് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഹർട്ടാകാൻ പോകുന്നത് അവിടുത്തെ കൺസ്യൂമേഴ്സിനാണ്. മിനിമം വേജിൻ്റെ കാര്യം, അപ്പോൾ മിനിമം വേജിൻ്റെ പ്രിൻസിപ്പിളുണ്ട്. നമ്മൾ ഓരോ സ്ഥലത്തും മിനിമം വേജ് നടപ്പിലാക്കി
അവിടെ ഉണ്ടാകുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ പഠിച്ച് മനസ്സിലാക്കണമെന്നില്ല. അത് എന്താണോ അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ ഈ പ്രിൻസിപ്പിളായിട്ട് ആലോചിക്കുക എന്നുള്ളത് ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സല്ല. ഇറ്റ്സ് നോട്ട് ഈസി, ബട്ട് ഹൗ മച്ച് ഹാർഡർ ഈസ് ഇറ്റ് ടു ഹാവ് ടു ആക്ട് ഓൺ ദം വിത്തൗട്ട് നോയിങ് വാട്ട് ദേ ആർ. അത് ഈസി ആയിരിക്കില്ല. പ്രിൻസിപ്പിളായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളത് ഈസി ആയിട്ടുള്ളൊരു പരിപാടിയല്ല. പക്ഷേ അതിൻ്റെ എതിരെയായിട്ടുള്ള പരിപാടി എന്താണ്? ഒന്നും അറിയാതെ നമ്മളിങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മുന്നിലേക്ക് വരുന്ന വാർത്തകളുടെ പേരിൽ തീ വാരി എറിഞ്ഞ് നടക്കുന്ന മനുഷ്യരെ പോലെ ജീവിക്കുന്നതിനേക്കാളും നല്ലൊരു ജീവിതം എന്ന് പറഞ്ഞത് ഈ ഹാർഡായിട്ടുള്ള വഴി കൂടെ പോയി അറിവ് നേടി ജീവിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ആലുവയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു. ആലുവയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ആലപ്പുഴ എവിടെയാണെന്ന് ഞാൻ മാപ്പിൽ നോക്കിയിട്ട് ആലപ്പുഴ എവിടെയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ റൂട്ടിൽ കൂടെ ഞാൻ ഇങ്ങോട്ട് വരുന്നു. അതൊരു വഴി. അതിന് വരെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി എനിക്ക് തോന്നുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു കഴിഞ്ഞാൽ ഞാനിവിടെ എത്തുമോ? ഇല്ല, ഇവിടെ എത്തില്ല. ഞാൻ ചിലപ്പോൾ എത്തുന്നത് എവിടെയായിരിക്കും? തൃശ്ശൂരോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ എങ്ങും എത്താതെ വീടിന് ചുറ്റും കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഈ മാപ്പ് എന്ന് പറയുന്നത് ഇതേപോലെ ഒരു ബ്രെയിൻ മാപ്പ് നമ്മുടെ മനസ്സിലുണ്ടാവണം. എന്താണ്? ഓരോ കാര്യത്തിൻ്റെയും എസെൻഷ്യൽസ് കണ്ടെത്തുക, അതിനെ പ്രിൻസിപ്പിളിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എന്താണ് ബേസിക് പ്രിൻസിപ്പിൾ എന്ന് മനസ്സിലാക്കുക, ബേസിക് ആശയം എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. പക്ഷേ ഈ പ്രിൻസിപ്പിൾ വെച്ച് ചിന്തിക്കുന്നവരെ വിമർശിക്കുന്ന വേറൊരു കൂട്ടരുണ്ട്, പ്രാക്ടിക്കൽ മാൻ. ഞാനെല്ലാം പ്രാക്ടിക്കലായിട്ടാണ് കാണുന്നത്. പ്രിൻസിപ്പിളായിട്ട് ആലോചിക്കുന്ന ആൾക്കാർ അവർ കുറേ കാര്യങ്ങൾ പറയും. സിംപിളിസ്റ്റിക് ആണ് നിങ്ങൾ, അല്ലെങ്കിൽ പറയുന്ന കാര്യമാണ് നിങ്ങൾ മണ്ടനാണ്, ഐഡിയലിസ്റ്റിക് ആണ്, നീ എല്ലാത്തിനെയും കുറേ ഈ പ്രിൻസിപ്പിളും പറഞ്ഞ് നടന്നാൽ മതിയോ? അതൊന്നും അല്ല വേണ്ടത്. ഇപ്പോൾ ഇതാണ് വേണ്ടത്. ഈ യുദ്ധസമയത്തൊക്കെ ഇത് ഒരുപാട് കേൾക്കാട്ടോ. ഈ യുദ്ധസമയത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് പറഞ്ഞ ആൾക്കാരെല്ലാവരും മാറ്റി പറയും. കമ്മ്യൂണിസ്റ്റുകാർ പറയും യുദ്ധം വേണ്ടാന്ന് പറയും. യുദ്ധം വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണെന്ന് പറയും യുദ്ധം വേണമെന്ന് പറയും. ഇതെല്ലാം പറഞ്ഞിങ്ങനെ അടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്നലെ ട്രംപ് പറഞ്ഞ സീസ് ഫയർ ആണ്. അപ്പോൾ നേരെ വീണ്ടും തിരിഞ്ഞു. അതെന്താ യുദ്ധം വേണ്ടാത്ത? അപ്പം യുദ്ധം വേണോ വേണ്ടോ എന്ന് നിങ്ങൾ കറക്റ്റായിട്ടുള്ള പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഐ ആം ഗോയിങ് ടു ഡു വാട്ട് എവർ ഐ വാണ്ട് എന്നാണ് ആര് പറയുന്നത്? പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നു എന്ന് പറയുന്ന ആൾക്ക് പറയുന്നത്. പ്രിൻസിപ്പിളായിട്ടല്ല, ഞാൻ പ്രാക്ടിക്കലായിട്ടാണ് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ അതും ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ്. ആ പ്രിൻസിപ്പിൾ ഏതാണ്? ഇമോഷൻ ഹാസ് പ്രൈമസി ഓവർ റീസൺ. യുക്തിക്ക് പകരം അയാൾ വികാരത്തിനാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്താണോ വർക്ക് ചെയ്തത് ഞാൻ അതിൻ്റെ പുറകെ പോകുന്നു എന്ന് പറഞ്ഞാൽ ഈ പ്രാഗ്മാറ്റിസം എന്ന് പറഞ്ഞിട്ടുള്ള ഫിലോസഫിയും അത് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ലൂസിഫറിനകത്ത് മോഹൻലാൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഇത് വലിയ തിന്മ ചെറിയ തിന്മ തമ്മിൽ, അല്ലെങ്കിൽ നന്മയും തിന്മയും തമ്മിലുള്ളതല്ല, ഇത് വലിയ തിന്മയും ചെറിയ തിന്മയും തമ്മിലുള്ള പോരാട്ടമാണെന്ന് പറയുന്നത്. ഈ പ്രാക്ടിക്കലാണ് എന്ന് പറഞ്ഞ് വീമ്പടിച്ച് നടക്കുന്ന പല ആൾക്കാരും അവസാനം ഈ ഒരു ഡയലോഗ് അടിക്കുന്ന കേൾക്കാം, ഇത് വലിയ തിന്മയും ചെറിയ തിന്മയും തമ്മിലുള്ള പ്രശ്നമാണ്. കാരണം അവർക്കറിയാം അവരുടെ ഓൾറെഡി അവരുടെ ഒരു ബാഡ് പ്രിൻസിപ്പിൾ ഉണ്ടാവും. ആ ബാഡ് പ്രിൻസിപ്പിളിൻ്റെ പ്രശ്നവും അതിൻ്റെ കോൺട്രഡിക്ഷൻസും ഒക്കെ അവർ മനസ്സിലാക്കി വരും. അപ്പോൾ അവർ പ്രാക്ടിക്കലാണെന്ന് പറയുകയും ചെയ്യും. അതിനുശേഷം ഇങ്ങനൊരു കാര്യം പറയും, യഥാർത്ഥത്തിൽ വലിയ തിന്മ ചെറിയ തിന്മ എന്ന് മാത്രമല്ല, നന്മയുണ്ട് തിന്മയുണ്ട്, നന്മയും തിന്മയുണ്ട്. പക്ഷെ അവർ ഈ ഡയലോഗ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അവർ പറയുന്നത് നരസിംഹത്തിൽ മോഹൻലാൽ പറഞ്ഞ ഡയലോഗാണ്, ഇവിടെ രണ്ടും പോകും എന്നൊരു ഡയലോഗുണ്ട്. ഇതിൽ പെട്രോളാണോ ഡീസലാണോ എന്ന് നോക്കുമ്പോൾ ഇവിടെ രണ്ടും പോകും. അവർക്ക് പ്രിൻസിപ്പിൾ എന്നൊരു പ്രശ്നമല്ല, എന്താണോ ഇന്നത്തെ രാഷ്ട്രീയം ആ വഴിക്ക് പോവുക എന്നുള്ള രീതിയിൽ. അതൊരു ബയാസസിനെ വെളുപ്പിച്ചെടുക്കാനുള്ള ഒരു പരിപാടി മാത്രമാണ്. ഇപ്പോൾ ഉക്രൈനിൽ യുദ്ധം നടക്കുന്നു, ഇസ്രയേലിലെ യുദ്ധം നടക്കുന്നു, ഇന്ത്യയിലെ യുദ്ധം നടക്കുന്നു. അപ്പോൾ ഇവിടെ ഓരോ യുദ്ധത്തിലും നിങ്ങൾക്ക് ഓരോ നിലപാടാണ് എങ്കിൽ അവിടെ ഒരു വലിയ പ്രശ്നമാണ്. ശരിയാണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ യുദ്ധത്തിലൊക്കെ ഉണ്ടെങ്കിലും ഈ 3 യുദ്ധത്തിലും അഗ്രസറായിട്ടുള്ള ഒരാളുണ്ട്, പണി കിട്ടിയ ഒരാളുമുണ്ട്. ഉക്രൈൻ്റെ കേസിലാണെങ്കിൽ റഷ്യ ഉക്രൈനിൽ കയറിയാണ് ആക്രമിച്ചത്. ഇസ്രയേലിൻ്റെ കേസിലാണെങ്കിൽ ഹമാസാണ് യുദ്ധം തുടങ്ങി വെച്ചത്. ഇന്ത്യയുടെ കേസിൽ നമുക്കറിയാം എന്താണ് സംഭവിച്ചത്. അപ്പോൾ ഇവിടെ 3 നമ്മളുടെ ട്രംപിൻ്റെ ഡീൽ എന്ന് പറഞ്ഞാൽ സീസ് ഫയർ ആണ്. ട്രംപിന് വേറൊന്നുമില്ല, സീസ് ഫയർ ആണ്. എല്ലാവരും ആയുധങ്ങളെല്ലാം താഴെ വെച്ച് ഇതാക്കണം. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത്? എന്ത് പ്രിൻസിപ്പിളിൻ്റെ പേരിലാണ് അദ്ദേഹം ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിളൊന്നും അല്ല പ്രശ്നം. അദ്ദേഹത്തിൻ്റെ ടൈമിൽ എല്ലാവരും സമാധാനമാണെന്ന് കാണിക്കണം എന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ സമാധാനം അത് കൊണ്ടുവരുന്നുണ്ടോ? നമ്മുടെ നിരപരാധികളായ ഒരാൾക്കാരെ കുറച്ച് ആൾക്കാർ പുറത്തുനിന്ന് വന്ന് ആക്രമിക്കുന്നു. അതിനുശേഷം യുദ്ധം എന്ന് പറഞ്ഞ് കുറച്ച് കാര്യം പോകുന്നു. അതിനുശേഷം 2 പേരെ ഒരു സ്ഥലത്ത് വിളിച്ചിരുത്തിയതിന് ശേഷം 2 പേര് ഒരേപോലത്തെ ആൾക്കാരായിട്ടുള്ള രീതിയിൽ ഒരു മോറൽ ഇക്വലൻസ്, 2 പേരും ഒരേപോലത്തെ തെറ്റുകാരാണ്, അല്ലെങ്കിൽ 2 പേരും ഒരേപോലത്തെ ശരിയാണെന്ന് വരുത്തി തീർക്കുന്നു. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും ഈ ഇതിനകത്ത് ഒരേപോലത്തെ പ്രതികളാണെന്ന് വരുത്തി തീർക്കുന്നു. അതിനുശേഷം നമ്മൾ പറയുന്നു സീസ് ഫയർ. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണ്? ഇത് ചെയ്ത ആൾക്കാർക്ക് മനസ്സിലാവും ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. അടുത്ത തവണയും വേറെ പുതിയ ആൾക്കാർ വരും, അവരടിക്കും, അതിനുശേഷം നമ്മൾ യുദ്ധത്തിന് പോവും, സീസ് ഫയർ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇങ്ങനെ ചെയ്യണമെന്നാണ് ട്രംപ് മറ്റ് രാജ്യക്കാരോട് പറയുന്നത്. അദ്ദേഹത്തിന് അതിനെ ഉപയോഗിക്കുന്ന ന്യായം എന്ന് പറയുന്നത് സീസ് ഫയർ ആണ്. ശരിയാണ്, യുദ്ധം വരുമ്പോൾ നിരപരാധികൾ മരിക്കാനുള്ള പ്രശ്നങ്ങളുണ്ട്, അതിനെപ്പറ്റിയിട്ടൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, യുദ്ധം
എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത്, യുദ്ധം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അപ്പം ഈ യുദ്ധത്തിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാരൊക്കെ ഇന്നലെ സീസ്ഫയർ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നേരെ ഓക്കെ അവരത് മാറ്റി, പെട്ടെന്ന് അവർ തന്നെ മാറ്റി പറയാണ് ശരിയാണ്, യുദ്ധം വേണ്ട, യുദ്ധം ശരിയല്ല എന്ന് അവർ പറയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ആ ജസ്റ്റിസ് സെർവ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് നമ്മൾ ആർമി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? പുറത്തുനിന്ന് ഒരാൾ നമ്മളെ അറ്റാക്ക് ചെയ്തിരിക്കാൻ, അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആർമി. ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനാണ് നമ്മൾ ആർമി ഉണ്ട്. കാരണം നമുക്ക് എല്ലാവർക്കും വാളും തോക്കും ഒക്കെ ആയിട്ട് പോയി അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് നമ്മൾ കണ്ടുപിടിച്ചൊരു സംവിധാനമാണ് ഓരോ രാജ്യവും പട്ടാളം ഉണ്ടാക്കുക എന്നും നമുക്ക് നമ്മുടെ ഭൂപ്രദേശത്തെ സംരക്ഷിക്കാനുള്ള അവകാശം വേണമെന്നുള്ളത്. അപ്പോൾ അതിനെ പുറത്തുനിന്ന് ഒരാളെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ കോംപ്രമൈസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ കോംപ്രമൈസിലും അഗ്രസർ എന്താണ് ചെയ്യുന്നത്? അവൻ കൂടുതൽ കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അതുതന്നെയാണ് പുടിൻ വർഷങ്ങളോളം യുക്രൈനോട് ചെയ്തുകൊണ്ടിരുന്നത്. അതുതന്നെയാണ് ഹമാസ് വർഷങ്ങളോളം ഇസ്രായേലിനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ തവണ ഞങ്ങൾ ഇത്ര പേരെ ബന്ദികളാക്കും, ഞങ്ങൾ ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും, ഓക്കെ സീസ് ഫയർ, ആ ഡീല് വരുന്നു, വീണ്ടും അത് ആവർത്തിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ സമയത്ത് നമുക്ക് സ്വരാജിൻ്റെ നിലപാടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, സഖാവ് സ്വരാജിൻ്റെ നിലപാട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റിയപ്പോൾ അതിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങളൊക്കെ നടന്നല്ലോ. അപ്പോൾ സ്വരാജ് അപ്പോൾ ഇന്നലെ ഒരാളിട്ട കമൻറ്റാണ്, അപ്പം ഇന്നലെ വരെ സ്വരാജിനെ രാജ്യദ്രോഹി എന്ന് വിളിച്ചവരെല്ലാം 5 മിനിറ്റ് മുതൽ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളും യുദ്ധവിരുദ്ധരുമായി മാറി. അപ്പോൾ സ്വരാജിൻ്റെ നിലപാടിലും പ്രശ്നമുണ്ട്, സ്വരാജിൻ്റെ കോൺട്രഡിക്ഷൻസ് നമുക്കറിയാം. പക്ഷേ സ്വരാജിനെ വിമർശിക്കുന്ന ആളുകളുടെയും കോൺട്രഡിക്ഷൻസ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് രസകരമായിട്ടൊരു സംഭവം, ആരോ ഒരു കോളേജിൽ ഈ സ്വരാജ് സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളാണോ എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. അപ്പോൾ ആരോ ഒരാൾ കോളേജിൽ SFIയുടെ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, ഞങ്ങളെ തൊട്ടാൽ ഞങ്ങൾ കയറി തട്ടുമെന്നോ അങ്ങനെ എന്തോ ഒരു സംഭവം, അങ്ങനെ എന്തോ SFIയുടെ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യത്തിൻ്റെ ഒരു കോളേജിൽ ഒരു ഫോട്ടോ ഇട്ടു. അപ്പോൾ സ്വരാജിന് എതിരായിട്ടുള്ളൊരു സംഭവം ഇട്ടാൽ അപ്പോൾ സ്വരാജിൻ്റെ കോൺട്രഡിക്ഷൻസ് കാണിക്കാൻ വേണ്ടി ഇട്ടതാണ്. അപ്പോൾ ഈ വിഷയങ്ങളൊന്നും അറിയാത്തൊരു മനുഷ്യൻ അതിന് താഴെ വന്ന് ഇട്ടതാണെന്ന് തോന്നുന്നു. 30-ൽ പരം SFIക്കാരെ കൊന്നൊടുക്കിയ കേരളത്തിലെ ഇതര വിദ്യാർത്ഥി സംഘടനാ നേതാക്കളോട് പോയി പറയടേ നിങ്ങളുടെ കോണത്തിലെ അഹിംസ. അപ്പോൾ പുള്ളി സ്വരാജ് അഹിംസയ്ക്ക് വേണ്ടിയിട്ടാണ് സംസാരിച്ചതെന്നൊക്കെ പുള്ളി മറന്നുപോയി. പുള്ളി പണ്ട് സ്വരാജ് പറഞ്ഞതിലിരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ പുള്ളി വന്നിട്ട് പറയാം ഓക്കെ ഞങ്ങൾക്ക് എങ്ങനെ അഹിംസയൊന്നും കാണിക്കേണ്ടായിരുന്നു. പുള്ളി ആ പടം മാത്രമേ ശ്രദ്ധിച്ചോളൂ, ആ എഴുതിയതൊന്നും വായിച്ചില്ല. അപ്പോൾ ഇതാണ് അവരുടെ കോൺട്രഡിക്ഷൻസ്, അവർ പോലും അറിയുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഒരാൾ ഫേസ്ബുക്കിൽ എഴുതി തുടങ്ങിയപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പുള്ളി എഴുതിയത്: ഇന്നൊവേഷൻ നടക്കണമെങ്കിൽ R&Dക്ക് കൂടുതൽ പണം മുടക്കണം, ഇന്ത്യ വളരെ കുറവാണ് മുടക്കുന്നത്, ചുമ്മാതല്ല ഇന്ത്യ പുരോഗമിക്കാത്തത്. ഇപ്പോൾ ഇന്ത്യ പുരോഗമിക്കാത്തതിൻ്റെ കാരണമായിട്ട് പുള്ളി പറഞ്ഞു R&Dക്ക് നിങ്ങൾ ഫണ്ട് കൊടുക്കുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങി. പക്ഷെ അവസാനം പുള്ളി എഴുതി വന്നപ്പോൾ പുള്ളി പറയാണ് അത്യാവശ്യം കാശ് സൗകര്യമുള്ളവനും ഒക്കെ നാട് വിട്ടു പോവുകയാണ്, ഒടുക്കത്തെ ടാക്സ്, ഒരു ഉൽപ്പന്നം ഉണ്ടാക്കി വിൽക്കുമ്പോൾ അത് ഉണ്ടാക്കി വിൽക്കുന്നവന് കിട്ടുന്ന ലാഭത്തെക്കാളും കൂടുതലാണ് സർക്കാർ കൊണ്ടുപോകുന്ന ടാക്സ് വിഹിതം. അപ്പോൾ പുള്ളി തുടക്കത്തിൽ എന്താണ് പറഞ്ഞത്? സർക്കാർ ഫണ്ട് കൊടുക്കുന്നില്ല. അവസാനം എന്താണ് പറഞ്ഞത്? സർക്കാർ ഇഷ്ടം പോലെ പൈസ നമ്മളുടെ കയ്യിൽ നിന്ന് എടുക്കുന്നു എന്നുള്ളത്. അപ്പം പുള്ളി പറയുന്നത് ഈ സർക്കാരിന് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഫണ്ട് ചെയ്യണമെങ്കിൽ അതിന് പൈസ വേണ്ടേ? പൈസ എവിടെ നിന്നാണ് കിട്ടുക സർക്കാരിന്? ഇത് അടിച്ചിറക്കാൻ പറ്റുമോ? ഇല്ല. അടിച്ചിറക്കിയ പണപ്പെരുപ്പം വരും. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുക്കേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ അടിസ്ഥാനപരമായി ടാക്സ് കൂട്ടണം എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ സർക്കാരിൻ്റെ സ്പെൻഡിങ്ങിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടാവണം. അല്ലെങ്കിൽ ടാക്സ് കുറയ്ക്കണം എന്ന് പറയുമ്പോൾ ഈ പൈസ എവിടുന്ന് വരുന്ന ആലോചിക്കണം. രണ്ടും കൂടെ പറ്റില്ല. അപ്പം നമുക്ക് ഗവൺമെൻറ് അപ്പോൾ ആ കറക്റ്റായിട്ട് പ്രിൻസിപ്പിൾ വെച്ചിട്ട് ആലോചിക്കുകയാണെങ്കിൽ ഈ പ്രശ്നം വരില്ല. പിന്നെ രണ്ടാമത്തത്, ഈ നമ്മൾ ഇത് പലപ്പോഴായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു മതത്തിലെ വിശ്വാസി മറ്റൊരു മതത്തിലെ വിശ്വാസിയെ കളിയാക്കുന്നത്. ഇപ്പോൾ ശ്രീജിത്ത് പണിക്കർ ഇന്നലെ ഇട്ടൊരു സംഭവമാണ്. തൻ്റെ അളിയനെ ഫോണിൽ വിളിച്ചപ്പോൾ മസൂദ് അസർ കേട്ടത്: നിങ്ങൾ വിളിക്കാൻ ശ്രമിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ ഹൂറികളുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്പസമയത്തിന് ശേഷം വീണ്ടും ശ്രമിക്കുക, അപ്പോൾ നിങ്ങൾക്കും ഒപ്പം പോവാം. അപ്പോൾ അദ്ദേഹം ട്രോളുകയാണ് ചെയ്തത്, ഹൂറിയുടെ കാര്യം പറഞ്ഞിട്ട് വിശ്വാസിയെ ട്രോളുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ താഴെ വന്നൊരു കമൻറ്റാണ്: കുംഭമേളയിൽ പോയി, വാക്ക് ഞാൻ വായിക്കുന്നില്ല, വെള്ളത്തിൽ മുങ്ങിയാൽ ആനമുട്ട കിട്ടുമെന്ന് വിചാരിക്കുന്ന പണിക്കർ പൊട്ടിത്തെറിച്ചാൽ ഹൂറികളെ കിട്ടുമെന്ന് വിചാരിക്കുന്ന മസൂദ് അസറിനെ ട്രോളുന്നു. അതായത് അദ്ദേഹം കുംഭമേളയിൽ പോയി കുളിച്ചത് എന്തിനാണ്? അവിടെ എന്തോ ഒരു പുണ്യ സാധനം ഉണ്ടെന്ന് പറഞ്ഞാണ്. അതേപോലത്തെ ഒരു കൺസെപ്റ്റ് മാത്രമാണ് ഹൂറി എന്നുള്ള വിശ്വാസം. അപ്പം പലപ്പോഴും നമ്മൾ ഈ പ്രിൻസിപ്പിൾ വെച്ച് ചിന്തിക്കാത്തപ്പോൾ നമ്മളൊരു സെൽഫ് റൈറ്റിയസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഞാനൊരു പ്രാക്ടിക്കൽ മാനാണ്, ഞാനെല്ലാം കറക്റ്റാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലേക്ക് പോയി. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് രണ്ടാമത് കാണിച്ചതിനകത്ത് ഈ എറർ നമ്മൾ ഫ്രീ തിങ്കേഴ്സിനൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്ന സംഭവമാണ്. പക്ഷെ ആദ്യത്തെ ചിത്രത്തിലെ എററും കൂടെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ ലെവലിൽ ചിന്തിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. ആ ലെവലെന്ന് ഉദ്ദേശിച്ചാൽ ഞാൻ ഹൈ ലെവലല്ല കേട്ടോ ഉദ്ദേശിച്ചത്, എൻ്റെ ലെവലിൽ ചിന്തിക്കണം എന്നുള്ള ഒരു പൊക്കിടിയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ ലെവൽ ഞാൻ ഉദ്ദേശിച്ചത് തിങ്കിങ് ഇൻ എസെൻഷ്യൽസ് ആൻഡ് തിങ്കിങ് ഇൻ പ്രിൻസിപ്പിൾ എന്നുള്ള രീതിയാണ് ഉദ്ദേശിച്ചത്. ഇനി ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തിൻ്റെ അന്തസത്ത മനസ്സിലാക്കി അതിനെ പ്രിൻസിപ്പിളിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മുടെ മുന്നിൽ വരുന്ന കാര്യങ്ങളുടെ എല്ലാം ഈ പ്രോസസ്സിങ്ങിനെ തുടർന്നുകൊണ്ടേയിരിക്കണം. ഒരു പ്രിൻസിപ്പിൾ കിട്ടിക്കഴിഞ്ഞാൽ മുന്നിൽ വരുന്ന വാർത്തകളെ വീണ്ടും നമ്മൾ ഈ രീതിയിൽ നോക്കണം, പുതിയ പ്രിൻസിപ്പിൾസ് നമുക്ക് കിട്ടുമോ നോക്കണം. ആ ഒരു പ്രോസസ്സിങ്ങിനെ നോക്കിക്കൊണ്ടേയിരിക്കണം. കോണ്ടക്സ്റ്റ് ഡ്രോപ്പിംഗ് എന്ന് പറഞ്ഞ പരിപാടി നമ്മൾ ചെയ്തത്. കോണ്ടക്സ്റ്റ് ഡ്രോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ പറഞ്ഞ പോലെ ഓരോ കൺസെപ്റ്റുകളും അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ ആ ഹൈറാർക്കി ലെവലിൽ തന്നെ വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. പിന്നെ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഇൻ്റഗ്രേഷൻ ഉണ്ട്. നമ്മൾ ഒരു ഫീൽഡിൽ നമ്മൾ പഠിച്ച കാര്യം, ഒരു മനസ്സിലാക്കിയ കാര്യം മറ്റ് ഫീൽഡുമായിട്ട് ഒത്തുപോകുന്നതാണോ? ഇപ്പോൾ ഞാൻ എക്കണോമിക്സിലൊരു കാര്യം മനസ്സിലാക്കുന്നു, ഫിലോസഫിയിലൊരു കാര്യം മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ മെഡിസിനിലൊരു കാര്യം മനസ്സിലാക്കുന്നു. ആ മനസ്സിലാക്കുമ്പോൾ ഒരു മരത്തിൻ്റെ പൂവ് കിട്ടിക്കഴിഞ്ഞാൽ ആ പൂവിൽ നിന്ന് നമ്മളതിൻ്റെ ഡേറ്റ തേടി അതിൻ്റെ വേരുകൾ വരെ പോകുന്ന ഒരു പ്രോസസ്സാണ്. അതിനുശേഷം നമ്മൾ മറ്റു മരങ്ങൾ നോക്കുക. ഞാൻ ഉദാഹരണം കൊണ്ട് ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഫീൽഡിൽ നിന്ന് കിട്ടിയ അറിവുകളെ മറ്റ് ഫീൽഡുമായിട്ടുള്ള അറിവുകളുമായിട്ട് ചേർന്ന് പോകുന്നതാണോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. അവിടെ ചിലപ്പോൾ എൻ്റയർലി ഡിഫറൻറ്റ് ഫീൽഡ്. ഉദാഹരണത്തിന് മെഡിസിൻ്റെ കാര്യം നേരത്തെ നന്ദകുമാർ സാറ് പറഞ്ഞ കാര്യം, അതിലെ പല കാര്യങ്ങളും എന്തുകൊണ്ട് അത് വർക്കാവുന്നില്ല, എന്തുകൊണ്ട് ഒരു കാര്യം വർക്കാവുന്നില്ല എന്നുള്ള കാര്യം ചിലപ്പോൾ നമുക്ക് മറ്റ് ഫീൽഡിൽ നിന്നുള്ള കൺക്ലൂഷൻസുമായിട്ട് ഒത്തുപോകാത്ത രീതിയിലാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്തുകൊണ്ടൊരു കാര്യം വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം. പക്ഷേ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ എല്ലാവർക്കും നമുക്ക് ഫിലോസഫിയോട് ഒട്ടും താല്പര്യമില്ല എന്ന കാര്യമാണ്. അതിന് 3-4 കാര്യങ്ങളുണ്ട് നമുക്ക് ഫിലോസഫിയോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫിലോസഫിയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് നമ്മൾ അറിവ് നേടുന്നത്, എങ്ങനെയാണ് നമ്മൾ കൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ ആ ഒരു രീതിയിൽ പോകാത്തതിന് കാരണം ഞാൻ 3-4 കാരണങ്ങളുണ്ട്. ഒന്ന്, വിശ്വാസികൾ തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. നമ്മുടെ മുന്നിലേക്ക് ഒരുപാട് ജാർഗൻസുമായിട്ടാണ് വരുന്നത്, ഫിലോസഫിക്കൽ ജാർഗൻസുമായിട്ടാണ് വിശ്വാസികൾ വരുന്നത്. അപ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ വിശ്വാസികളോട് എപ്പോഴെങ്കിലുമൊക്കെ ഒരു തർക്കത്തിൽ ഏർപ്പെടുകയും ആ സമയത്ത് അവർ ആ ഫിലോസഫിക്കൽ ജാർഗൻ, മെറ്റാഫിസിക്കലായിട്ടുള്ള ജാർഗൻസ് ദൈവത്തെ വെളിപ്പിച്ചെടുക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവും. 2, നമ്മളാരും ഫിലോസഫിക്കലി ട്രെയിൻഡ് അല്ല എന്നുള്ളതാണ്. നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ നമ്മൾ ഫിലോസഫിക്കലായിട്ട് എങ്ങനെ ചിന്തിക്കണം എന്നുള്ളത് നമ്മൾ പരിശീലിക്കുന്നതേ ഇല്ല. നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ മുന്നിൽ വരുന്ന അറിവുകൾ എങ്ങനെയോ നമ്മുടെ തലയുടെ മുകളിലൂടെ ഇങ്ങനെ ഒന്നൊന്നായി ഒരു ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുന്ന പോലെ വിവരങ്ങൾ പോവുകയാണ്. എങ്ങനെ ചിന്തിക്കണം എന്നുള്ള ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരല്ല നമ്മൾ. അപ്പോൾ നമ്മൾ ഡിവിഷൻ ഓഫ് ലേബർ കാരണം എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ പഠിത്തത്തിന് ശേഷം നമ്മളുടെ ഫീൽഡിലേക്ക് പോകുന്നു. നമ്മൾ ഡോക്ടറായിരിക്കും, എഞ്ചിനീയർ ആയിരിക്കും, വക്കീലായിരിക്കും, നമ്മളുടെ ഫീൽഡിലുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് നമ്മൾ പോകുന്നു. നമ്മളൊരിക്കലും ഈ ഒരു മറ്റുള്ള ഫീൽഡിനെ പറ്റി ആലോചിക്കും. നമ്മളെല്ലാം ഫീൽഡിലും എക്സ്പെർട്ടുകളുണ്ട്. ഈ ഡിവിഷൻ ഓഫ് ലേബറിന് അതിൻ്റേതായ ഗുണമുണ്ട്, അതിൻ്റേതായ ദോഷമുണ്ട്. അതിലൊരു ദോഷമാണിത്. ഫിലോസഫി എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് എക്സ്പെർട്ടുകൾക്ക് മാത്രം വിട്ടുകൊടുക്കുകയും അവരത് നന്നായി ചെയ്യാത്തത് കൊണ്ട് അത് നമ്മളുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ഫിലോസഫിയുടെ അടിസ്ഥാനമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ അറിവ് നേടുക എന്നുള്ളതും ആ കറക്റ്റായിട്ടുള്ള രീതി. നമ്മൾ എന്തുകൊണ്ട് ആളുകൾക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം പഠിച്ചിട്ടും ആൾക്കാരത് ചിന്തിക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞില്ല. അതിന് കാരണം ആ ഒരു മെത്തേഡ് നമുക്ക് കിട്ടുന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഫിലോസഫി എന്താണെന്ന് നമ്മൾ പരിചയപ്പെടുന്നില്ല, നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ ഈ അടുത്തിടയ്ക്ക് ജോസ്റ്റിൻ ഫ്രാൻസിസ് മൈത്രേനെ പറ്റി പറഞ്ഞൊരു കാര്യമാണ്. മൈത്രേൻ പോപ്പുലർ ഫിലോസഫി ആണ് കൊണ്ടുവരുന്നത്, പോപ്പ് ഫിലോസഫി എന്ന് പറഞ്ഞാൽ. ഫിലോസഫി എന്നുള്ള പേരിൽ വേറെ കുറേ കാര്യങ്ങൾ പറയാം, സദ്ഗുരുവിൻ്റെ ഫിലോസഫി, അല്ലെങ്കിൽ ദീപക്, അങ്ങനെ കുറേ ആൾക്കാരുണ്ടല്ലോ, ദീപക് ചോപ്ര, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഫിലോസഫി എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിലുള്ള ഫിലോസഫി നമ്മുടെ മനസ്സിലേക്ക് വരാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഫിലോസഫി സ്റ്റഡീസ് ദ ഫണ്ടമെൻ്റൽ നേച്ചർ ഓഫ് എക്സിസ്റ്റൻസ് ഓഫ് മാൻ ആൻഡ് ഓഫ് മാൻസ് റിലേഷൻഷിപ്പ് ടു എക്സിസ്റ്റൻസ്. യാഥാർത്ഥ്യത്തെ പറ്റി പഠിക്കുക, എങ്ങനെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് പഠിക്കുന്ന കാര്യമാണ് ഫിലോസഫി എന്ന് പറയുന്നത്. ഫിലോസഫി ടു ഗൈഡ് യുവർ മൈൻഡ് ആൻഡ് യു നീഡ് യുവർ മൈൻഡ് ടു ഗൈഡ് യുവർ ലൈഫ്. നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് നമ്മുടെ ചിന്ത വേണം, നമ്മുടെ മനസ്സ് വേണം. നമ്മുടെ മനസ്സിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിനെ അടുക്കിപ്പിറക്കി കറക്റ്റായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഫോൾഡറുകൾ ക്രിയേറ്റ് ചെയ്ത് ആശയങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഫിലോസഫി വേണം. ഇൻ ഓർഡർ ടു ലീവ് മാൻ മസ്റ്റ് ആക്ട്. ഇൻ ഓർഡർ ടു ആക്ട് ഹി മസ്റ്റ് മേക്ക് ചോയ്സസ്. ഇൻ ഓർഡർ ടു മേക്ക് ചോയ്സസ് ഹി മസ്റ്റ് ഡിഫൈൻ എ കോഡ് ഓഫ് വാല്യൂസ്. ഇൻ ഓർഡർ ടു ഡിഫൈൻ എ കോഡ് ഓഫ് വാല്യൂസ് ഹി മസ്റ്റ് നോ വാട്ട് ഹി ഈസ് ആൻഡ് വെയർ ഹി ഈസ്. ദാറ്റ് ഈസ്, ഹി മസ്റ്റ് നോ ഹിസ് ഓൺ നേച്ചർ ഇൻക്ലൂഡിംഗ് ഹിസ് മീൻസ് ഓഫ് നോളജ് and the nature of the universe in which he acts. That is, he needs metaphysics, epistemology, ethics, which means philosophy. He cannot escape from this need. His only alternative is whether the philosophy guiding him is to be chosen by his mind or by chance. നമ്മൾ ഒരു ഫിലോസഫി നമ്മൾ തന്നെ മനസ്സിലാക്കി നമ്മൾ കാര്യം ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു ചാൻസിന് നമ്മുടെ ലൈഫിനെ നമ്മൾ വിട്ടുകൊടുക്കുന്നതിന് പോലെ ആകുമെന്നുള്ള. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിയാണ്. ഇപ്പോൾ ഇതിനെപ്പറ്റി ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപാട് വലിയ ആശയങ്ങളിൽ നിന്ന് വളരെ കുറച്ചെടുത്ത് വളരെ ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് അവതരിപ്പിക്കാൻ പറ്റുന്നൊരു വിഷയമല്ല ഇത്, അത്രത്തോളം ഡീപ്പാണ്. പക്ഷേ ഇതിനെപ്പറ്റി കൂടുതലും മനസ്സിലാക്കണമെങ്കിൽ ഇതിനെപ്പറ്റി വായിക്കുക തന്നെ വേണം. പല ആൾക്കാരും ചില പുസ്തകങ്ങളെ വായിക്കാതെ തന്നെ തള്ളിക്കളയാറുണ്ട്. അതെനിക്ക് വായിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പുതിയ ലോകത്താണ് ജീവിക്കേണ്ടതെന്നുള്ള രീതി. പക്ഷേ ഈ പറഞ്ഞ ആശയങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ വായിക്കാനായിട്ടുള്ള 2-3 പുസ്തകങ്ങളാണ്. ദ അയൺ റാൻഡ് ലെക്സിക്കോൺ, ആർട്ട് ഓഫ് തിങ്കിങ് ബൈ ലിയോണാർഡ് പീക്കോഫ്. പീക്കോഫ് എന്ന് പറഞ്ഞ ആളുടെ
ആശയങ്ങളാണ് കൂടുതലും ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇൻട്രഡക്ഷൻ ടു ഒബ്ജക്റ്റിവിസ്റ്റ് എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞ അയൺ റാൻഡിൻ്റെ പുസ്തകം. അപ്പോൾ അയൺ റാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു നോവലിസ്റ്റായിട്ടാണ് എല്ലാവരും പരിചയപ്പെട്ടിട്ടുള്ളത് അയൺ റാൻഡിൻ്റെ നോവൽ. പക്ഷേ അയൺ റാൻഡിൻ്റെ നോൺ ഫിക്ഷണലായിട്ടുള്ള 2-3 വർക്കുകളും പിന്നെ അതിന് ശേഷം വന്ന വർക്കുകളുമാണിത്. അപ്പം ഇത് വായിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഇതിനെ പറ്റിയിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയും കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.